ഇവളിൻ കളിത്തോഴി. നിനക്ക് എന്താടാ വേണ്ടേ? നീ എണീറ്റില്ലേ? അതിനിപ്പോ കോളേജ് ഒന്നുമില്ലല്ലോ. മൈ ബോയ്, അതിനാര് കോളേജ് ഉള്ളപ്പോ നേരത്തെ എണീക്കുന്നു? പിന്നെ എന്തിനാണോ പൊട്ടി ഇപ്പൊ വിളിച്ചേ? അവള് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, 10:30 ഷോ. അയ്യേ, രാവിലെ ആരെങ്കിലും സിനിമയ്ക്ക് പോവോ? അവളെ നൈറ്റ് വിടില്ലടാ, അതല്ലേ? ആ ശരി, വരാ. ഏതിലാ, മാളിലോ ഐശ്വര്യയിലോ? മാള്. ഞാൻ എത്തിയേക്കാം. ശ്വാസകോശത്തിന് മുമ്പ് എത്തിയേക്കണേ. എന്തിന്? അത് കണ്ടാ 2 വില എക്സ്ട്രാ എടുക്കാൻ തോന്നും. നീ എപ്പോഴേലും വാ. ഈ വേറെ പണിയൊന്നുമില്ല. നീ എണീറ്റോ? എന്തേനു? നീ ഒന്ന് സപ്ലൈക്കോ പോവോ? അയ്യ, നിങ്ങളുടെ കെട്ടിയവനോട് പോവാൻ പറ. മെല്ലെ പറ, അച്ഛൻ പോയിട്ടില്ല. അയ്യോ, കുട്ടൂസൻ പോയില്ലേ? കുട്ടൂസൻ നിന്റെ തന്ത. അത് തന്നെ ഞാനും പറഞ്ഞു. ജിത്തു, നിനക്കെന്താ പോയി സാധനം മേടിച്ചാ? എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? കോളേജ് അടച്ചില്ലേ? സിനിമയ്ക്ക് പോണം. എന്തോ? സിനിമയ്ക്ക് പോണം. അയ്യ, നിന്റെ മോൻ പ്രധാനമന്ത്രിയായി അടിയന്തര ചർച്ചയ്ക്ക് പോവാടി. ഒരു വെള്ള ഷർട്ട് തന്നെ തേച്ച് വടിയാക്കി കൊടുത്തുവിട്. ഇനി രണ്ടും ഇതിന്റെ പേരിൽ തുടങ്ങണ്ട, ഞാൻ തന്നെ പൊക്കോളാം. കണ്ടോ, ഇവിടെ പോത്ത് പോലൊരുത്തൻ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അച്ഛനുണ്ടായിട്ട് എന്താ പ്രയോജനം? അതേടാ, ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് നീ ചെലവിന് കൊണ്ടുവന്നിട്ടാണല്ലോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അച്ഛന് കാറില്ലേ? അച്ഛന് മേടിച്ചിട്ട് വന്നാ പോരെ? നിനക്കിവിടെ വേറെ എന്താ മല മറിക്കുന്ന പണി? ഞാൻ ഉച്ചയ്ക്ക് പൊക്കോളാം. ഞാൻ റേഷൻ കാർഡ് തന്നുവിടാം. സിനിമ കഴിഞ്ഞ് മേടിച്ചാ മതി. നിന്റെ സപ്ലൈ എന്നാടാ? അത് ഇനി ജൂനിയേഴ്സിന്റെ കൂടെ എഴുതാൻ പറ്റൂ. അതെപ്പോഴാ? കോളേജ് അടച്ചല്ലേ ഉള്ളൂ, ഒന്ന് തുറക്കാൻ സാവകാശം കൊടുക്കൂ. നീ ഇങ്ങനെ തർക്കുത്തരവും പറഞ്ഞ് സിനിമയും കണ്ടു നടന്നോ? നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ. ഏത് സമയവും ഗുണു പറഞ്ഞോണ്ട്. അമ്മ ചായ എടുത്തു വെക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. നീ ഒറ്റൊരുത്തി ഇവരെ വഷളാക്കുന്നു. പിന്നെ നിങ്ങളെ പോലെ ഏത് സമയവും മസിലും പിടിച്ച് നടക്കണം. തള്ളെ മോനും എന്താ വെച്ചായിക്കോ, ഞാൻ ഇനി അവന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. എങ്കിൽ എന്റെ ചെവിക്ക് കുറച്ച് സൗകര്യം കിട്ടും. എവിടെടാ അവൻ? നീ ഒന്ന് വായടക്കോ, ഇപ്പൊ വരും. ഓൾറെഡി 5 മിനിറ്റ് ലേറ്റാ. ഇപ്പൊ ആലിയ ചേച്ചിയുടെ വീക്കു വെച്ചിരുത്തന്തി 10 വട്ടം ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് ശരിയാ. വന്നല്ലോ മലരമ്പൻ. അത് നിന്റെ തന്ത. ചോദിച്ചു മേടിച്ച സ്ഥിതിക്ക് അകത്തോട്ട് കേറാം. വിത്ത് പ്ലഷർ. എന്താണ് എത്രയും ലേറ്റായേ? പിന്നെ ചേച്ചിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാണ്. അതിന്റെ ഇടയിൽ കൂടെ സാധനം എടുത്ത് ക്യൂ നിന്ന് വരണ്ടേ? എന്നിട്ടെല്ലാം കിട്ടിയോ? പഞ്ചസാര തീർന്നുപോയി. അയ്യോ, അമ്മ വിഷമിക്കണ്ട, സബ്സിഡി ഉള്ളതാ തീർന്നേ. ഞാൻ സബ്സിഡി ഇല്ലാത്തത് 2 കിലോ മേടിച്ചിട്ടുണ്ട്. എന്ത് 3 കിലോ വേണമായിരുന്നോ? നീ ആരോട് ചോദിച്ചിട്ടാ സബ്സിഡി ഇല്ലാത്ത പഞ്ചസാര വാങ്ങിയേ? പിന്നെ പഞ്ചസാര വേണ്ടതള്ളേ. അത് മേടിക്കാനാണെങ്കിൽ പിന്നെ നിന്നെ എന്തിനാണ് ഞാൻ സപ്ലൈക്കോ വിട്ടെ? പഞ്ചസാര കിട്ടിയില്ലേ, പിന്നെന്താ? പൊട്ട. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ പഞ്ചസാര എടുത്ത് തീർത്ത് കാണും. അപ്പൊ അവിടെ വായി നോക്കി നിന്ന് കാണും പൊട്ടെ. പിന്നെ തള്ളമാരെയാണല്ലോ വായി നോക്ക. ഞാൻ ചെന്നപ്പോ അവിടെ പഞ്ചസാര ഇല്ലായിരുന്നു. എങ്ങനെ ഉണ്ടാവും? സിനിമയൊക്കെ കണ്ട് ചായയും കുടിച്ച് ആടിപ്പാടി പോയപ്പോഴത്തേക്ക് എല്ലാ നാട്ടുകാരും കൊണ്ടുപോയി. എന്റെ പൊന്നോ, ഇനിത്തോട്ട് അമ്മ പോയാ മതി. അറിയാടാ, എനിക്കറിയാം. അച്ഛൻ പറയുന്നത് ശരിയാ. നീ പോത്ത് പോലെ വളർന്നതല്ലാതെ ഒരു ഉപകാരമില്ല. നിർത്ത്. ഞാൻ ഈ പഞ്ചസാര തിരിച്ചു കൊടുത്ത് പൈസ മേടിച്ച അമ്മേന്റെ പ്രശ്നം തീരുമോ? തിരിച്ചൊന്നും കൊടുക്കണ്ട, ഇവിടെ ഒരു തുള്ളി പഞ്ചസാര ഇല്ല. ഉഴുന്നെഴുതാൻ മറന്നുപോയല്ലോ. എന്നാ ആ ചെറുക്കനെ കണ്ടറിഞ്ഞ് മേടിച്ചൂടെ? ഇതിപ്പോ ആരാ? അയ്യോ, ശോഭ. ജിത്തു, ഇങ്ങ് വാ. വരാ. 2 കൊല്ലം കഴിഞ്ഞിട്ടല്ല, ഇപ്പൊ തന്നെ ഇറങ്ങി വാ. കള്ള സമ്മതിക്കൂല. ഏത് സമയം റൂമിൽ കയറി അടയിരുന്നു. എന്നാ ഞാൻ അജിത്തിന്റെ കൂടെ പോട്ടെ.
എന്നാ വിളിച്ചത് എന്തിനാ പറ. ആ, നിന്റെ അപ്പച്ചി വിളിച്ചായിരുന്നു. എന്തു പറഞ്ഞു? അവര് വരുന്നുണ്ട് നാളെ. ആഹാ, അച്ഛനോട് പറഞ്ഞോ? അവൾ ആദ്യം വിളിച്ചത് അച്ഛനായിരിക്കും. അത് ശരിയാ. ഞാൻ അവളോട് അവരുടെ റേഷൻ കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? മറ്റന്നാള് അതില് പഞ്ചസാര മേടിക്കാൻ. സോറി മച്ചാ, നാളെ അപ്പച്ചി വരുന്നുണ്ട്, തന്ത വിടില്ല. എന്നാ ശരി, മറ്റന്നാളാക്കാം. ഓക്കേ. ഇതിപ്പോ ആരാ? ഹൂസ് ദിസ്? പറഞ്ഞാ അറിയോ? ഞാൻ ശ്രീതുവാ. ശ്രീതു? ഓ, നമ്മളെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? ശ്രീകുട്ടിയാണോ? അപ്പൊ ഓർമ്മയുണ്ട്. നിനക്ക് എന്റെ നമ്പർ ആര് തന്നു? അമ്മായി. എന്തിനപ്പ മെസ്സേജ് അയച്ചേ? ഞാൻ നാളെ വരും, കാര്യമായിട്ട് പറഞ്ഞതാ. വന്നോ? അതിന് ഞാനെന്ത് വേണം? ഓ, ഇപ്പൊ നമ്മളൊന്നും വേണ്ടല്ലോ, കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. വലിയ കോളേജ് മാറിനല്ലേ? ആ അതെ, അതിന് നിനക്കെന്താ? പണ്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇയാളുടെ ഭാര്യയാവൻ. എന്ത്? അതും മറന്നല്ലേ? അമ്മയും കുട്ടിയും കളിച്ചത് ഓർമ്മയില്ലേ? ഞാനമ്മ, ജിത്തോട്ടനച്ഛൻ, ചിന്നും ചക്കി അപ്പോ ഒക്കെ നമ്മുടെ പിള്ളേര്. ഓർമ്മയില്ല? ഒന്ന് പോ പെണ്ണേ അവിടുന്ന്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിക്കോ. പക്ഷേ നാളെ രാവിലെ എണീക്കുമ്പോ ആദ്യം കാണുന്ന മുഖം എന്റേതായിരിക്കും. എന്നാ എന്റെ ദിവസം പോക്കാം. കുറെ കണ്ട പോലെ. കുഞ്ഞുനാളിലെ കണ്ടതല്ലേ? എനിക്കിപ്പോ 19 വയസ്സായി. ഞാനും എന്റെ കോളേജിലെ ഹീറോയാ. അറിഞ്ഞതിൽ സന്തോഷം. ഇനി ഒന്ന് പോകാവോ? ഞാൻ ഇയാളെ കൊണ്ടേ പോകും. നിനക്ക് വട്ടാം, നിന്നോട് സംസാരിച്ച എനിക്കും വട്ടാവും. ഞാൻ പോവാ. ജിത്തുവേട്ടാ, അപ്പോ നാളെ പാക്കലാം. പണ്ടത്തെ ഒരു കടം വീഴാനുണ്ട്. മനസ്സിലായില്ല? തിരക്ക് കൂട്ടല്ലേ? ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുമല്ലേ, അപ്പൊ ഓർമ്മിപ്പിക്കാം. നീ എന്തേലും കാണിക്ക്. ഏത് കടം? ഇനി വല്ല പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ടോ? എന്തേലും ആവട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ആദ്യം കാണുന്ന മുഖം എന്റേതായിരിക്കുന്നു. ഇവളിൻ കളിത്തോഴി. ഒന്നും മിണ്ടിയത് പോലുമില്ല, ദുഷ്ടൻ. ഹാ, വരുന്നുണ്ട്. ജിത്തൂട്ടാ, അപ്പച്ചി. ഇവൻ വലുതായല്ലോ. ഹൈറ്റും വെച്ചു, മസിലും വെച്ചു. ശ്രീകുട്ടി നിന്നെ എണീപ്പിക്കാൻ വന്നിരുന്നല്ലോ. ഹാ, അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ട്. നീ പിയാനോ ഒക്കെ വായിക്കോ? അതിന്റെ കാര്യം മിണ്ടാത്തതാ നല്ലത്. എന്റെ ശോഭെ, പണ്ടെങ്ങാണ്ട് ഈ പിയാനോ വേണം പറഞ്ഞ് ഇവിടെ കരച്ചിലും ഉണ്ണാവ്രതവും ആയിരുന്നു. ആദ്യത്തെ 2 മാസം അതിൽ തന്നെയായിരുന്നു. പിന്നെ അത് തൊട്ടിട്ടേയില്ല. ഞാനൊക്കെ നോക്കാറുണ്ട്. ആ, കൊറേ ഉണ്ട്. ഇവിടെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായോടാ? അമ്മ ഇന്നലെ പറഞ്ഞില്ലേ വരുന്നു. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, വൈകിട്ട് കാണാം. ജിത്തു, നീ ടൗണിൽ പോയിട്ട് വേണ്ടത് എന്താ വെച്ചാ. ആ, ഞാൻ പൊക്കോളാം. എന്തിന്? ഉള്ളതൊക്കെ മതി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം വന്നതും പോരാ, എന്നിട്ട് അവളുടെ ഒരു എളിമ. ബസ് അങ്ങോട്ടും ഓടും. ഞാൻ ഇറങ്ങുവോ? പുള്ളി സ്ഥലം വിട്ടു. ജിത്തു, നീ പല്ല് തേച്ച് കഴിച്ചിട്ട് പോ, ഞാൻ ലിസ്റ്റ് എഴുതാം. അതിന് മാത്രം എന്താ ചേച്ചി മേടിക്കാനുള്ളേ? നീ പോയി ഡ്രസ്സ് മാറിക്കേ. താഴെ വേണേ താഴെ നിക്കാം, മേലെ വേണേ മേലെ നിക്കാം. മേലെ. താഴെ മതി, എനിക്ക് മുട്ടിന് വേദനയാ ചേച്ചി. എനിക്ക് മേലെ മതി.
പറയുന്ന കേൾക്ക് ശ്രീകുട്ടി. അവള് മേലെ നിന്നോട്ടെ, നീ താഴെ നിന്നോ. ആ എന്തായാലും ഞാൻ മേലോട്ടില്ല. നീ ഇറങ്ങുവാണോ? ആ ചിക്കൻ അവരോട് ബിരിയാണിക്കാണെന്ന് പ്രത്യേകം പറയണേ. ആ അമ്മ. ജിത്തോട്ട ഞാനും വന്നോട്ടെ? വേണ്ട, കൊച്ചിനെയും കൂടെ കൊണ്ടുപോടാ. ഒന്ന് പോവമ്മ. അവൻ ആ അജിത്തും ഭവ്യം തന്നെ പറ്റൂ. അതാരാ? അവന്റെ കോളേജിലെ ഫ്രണ്ട്സാ. സ്കൂള് തൊട്ടേ ഒരുമിച്ചാ. 3 ഏത് സമയം ഒരുമിച്ചായിരിക്കും. ഭവ്യ? ആ നല്ല പേരല്ലേ? കൊച്ചു നല്ലതാ. കൊണ്ടാ മോനെ, അപ്പച്ചി പിടിക്കാം. വേണ്ട വേണ്ട. ഐഷ്. കൊണ്ടാ, ഞാൻ കൊണ്ടുവച്ചോളാം. ആ ഹലോ, നീ ഇന്ന് ഇറങ്ങുന്നില്ലേ? അതല്ലേ പറഞ്ഞു ഇന്ന് അപ്പച്ചിയും മോളും വരുന്നുണ്ടെന്ന്. അപ്പച്ചിയുടെ കാര്യം പറഞ്ഞു, മോളുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ആ അതും ഉണ്ട്. ബൈ ബൈ, എത്ര വയസ്സുണ്ട് നിന്റെ അപ്പച്ചിയുടെ മോൾക്ക്? എന്തിനാ? ചുമ്മാ. എനിക്കറിയില്ല. എത്രയല്ല പഠിക്കുന്നേ? ആർക്കറിയാം. നീ എന്തൊരു മുളച്ചെറുക്കനാടാ. എടാ, അപ്പച്ചി അച്ഛനും കുറെ വർഷമായിട്ട് ഉടക്കിലായിരുന്നു. എന്തിനു? അപ്പച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നു. അച്ഛനൊന്നും ഇഷ്ടമല്ലാഞ്ഞിട്ടും അപ്പച്ചി വാശി പിടിച്ചോണ്ട് നടത്തി കൊടുത്തതാ. പുള്ളി എന്നിട്ട് ഇവരുടെ മോൾക്ക് 4-5 വയസ്സുള്ളപ്പോ വേറെ പെണ്ണിന്റെ കൂടെ പോയി. അതിന്റെ പേരിൽ അച്ഛനും അപ്പച്ചി അടിയായി. എനിക്ക് എന്റെ മോളെ ഒറ്റയ്ക്ക് നോക്കാൻ അറിയാ പറഞ്ഞ് പണ്ട് അവളെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോയതാ. പിന്നെ ഇന്നാ വരുന്നത്. അപ്പൊ ഇത്രയും വർഷം കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അച്ഛൻ അറിയാതെ വിളിയും പറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് പറയും ഇപ്പൊ കുറച്ചായിട്ട് അച്ഛനും അറിയാം. പുള്ളിക്ക് ഇപ്പൊ സീനൊന്നുമില്ല. അതൊക്കെ പോട്ടെ, നിന്റെ അപ്പച്ചിയുടെ മോൾക്ക് എത്ര വയസ്സുണ്ട് പറ. ആ എന്നെക്കാ 2 വയസ്സ് ഇളയാതെ കാണാ. നിനക്ക് 21, അപ്പൊ അവൾക്ക് 19. മതി, അത് മതി. എന്ത് മതിന്ന്? അളിയാ, ഞാൻ അങ്ങോട്ട് വരുവാ. അളിയനാ? ജിത്തേട്ടാ, ജിത്തേട്ടന്റെ അലമാരയിൽ ആ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു. ആ ഏതാ വെച്ചാ എടുത്തോ. ഓക്കെ. അയ്യോ, ഞാൻ എടുത്തുതരാം. ഇത് മതിയോ? ഹാ. എന്നാ പൊക്കോ. സിഗരറ്റ് പാക്കറ്റ് അവള് കണ്ടു കാണോ? ഏയ്. ജിത്തേട്ടാ, എന്താ? ഞാൻ പറഞ്ഞ കടം. കടോ? എന്ത് കടം? ഓർമ്മയില്ല? ഇല്ല. എന്നാ ഞാൻ ഓർമ്മിപ്പിക്കാം. എന്ത് കടം? വേണ്ട. അളിയാ, ആണ്ടവാ, ഇതൊക്കെയാണ് മുറപ്പെണ്ണ്. എനിക്കുണ്ട് അങ്കവാടി പോകുന്നു, LKG പോകുന്നു ഒക്കെ. ഇതാണല്ലേ അപ്പച്ചിയുടെ മോള്? നീ എന്താ പറന്നു വന്നോ? ഞാൻ ടൗണിൽ നിന്നാ നിന്നെ വിളിച്ചേ. ഹായ്, ഞാൻ അജിത്ത്, ഇവന്റെ ഫ്രണ്ടാ. ആ ഞാൻ ശ്രീതു. ശ്രീകുട്ടിന്നായിരിക്കൂലേ വീട്ടിൽ വിളിക്കുന്നേ? ആ എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ എന്ത്? പഠിക്കുകയാണോ? ആ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഇയർ. ആഹാ, ഞങ്ങള് സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ഇനി തേർഡ് ഇയർ. ഹാ. ശ്രീകുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ആ. നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, താഴോട്ട് ചെല്ലും. ആണോ? ശേ. അവള് ഇൻസ്റ്റാഗ്രാമിലില്ല? ഇല്ല, പഞ്ചായത്തിലാ. എന്താ വേണ? എന്താ അമ്മ? എന്ത്? എന്നെ വിളിച്ചില്ലേ? ഇല്ല. ആ നീ വന്നത് നന്നായി. ഈ നൂലൊന്ന് കോർത്ത് തന്നെ. ഹായ് ആന്റി. ജിത്തേട്ടന്റെ ഫ്രണ്ടാ. ആ മോന്റെ പേരെന്താ? അജിത്ത്. ജിത്തുവിന്റെ മുഴുവൻ പേരെന്തായിരുന്നു? വിശ്വജിത്ത്. ആ ഈ ജിത്തു ജിത്തു വിളിച്ചിട്ടേ. അമ്മ, ഞാൻ പുറത്തു പോവാ. ഇന്ന് ഏത് സിനിമയ്ക്കാ? സിനിമയൊന്നും അല്ല ആന്റി, ചുമ്മാ. ചെല്ല് ചെല്ല്. എന്തേലും മേടിക്കാനുണ്ടോ? ഇല്ല, നീ വേഗം വന്നാ മതി. ലേറ്റ് ആവും. അപ്പൊ ഇവൻ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? അതാവന്മാരെ എവിടുന്നേലും കഴിക്കും. അമ്മായി, മാമൻ എപ്പോഴാ വരിക? ഇന്ന സമയമൊന്നുമില്ല മോളെ, തിരക്കില്ലെങ്കിൽ കട നേരത്തെ പൂട്ടും. അമ്മ വിളിച്ചോ ചേച്ചി? അവള് 2 ദിവസം കൂടുമ്പോഴാ വിളിക്കാം. ഒന്നാമത് ഇവിടെ അവിടെ സമയ വ്യത്യാസല്ലേ. ചേച്ചി ഇനി എന്നാ നാട്ടിലോട്ട്? ഈ വർഷം ഇല്ല മോളെ. കൊച്ചു നടക്കാനായോ? ആ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഞാൻ നിനക്ക് വീഡിയോ ഇട്ടുതരാം. ജിത്തേട്ടന് ഇനി എപ്പോഴാ വരിക? ആർക്കറിയാം മോളെ. 3 കോളേജിക്കാരിലുണ്ടോ എന്ന് തന്നെ തമ്പരാൻ അറിയാം. ജിത്ത് പഠിക്കുന്നുണ്ടോ ചേച്ചി? ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഓരോ സപ്ലൈ വെച്ചിട്ടുണ്ട്.
തേർഡിലെല്ലാം കിട്ടി. ഫോർത്തിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അതവൻ എഴുതിയെടുത്തോളും ചേച്ചി. ഞാൻ ഒന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. കട അടച്ചോ? ആ, തിരക്കൊന്നുമില്ല. ആ, അത് പറ. ജിത്തു ഇല്ലേ ഇവിടെ? അവൻ രാവിലെ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. നീ എന്തിനാ വിട്ടേ? പിടിച്ചു വെക്കാൻ പറ്റുന്ന പ്രായമാണോ? ഹലോ മമ്മി. അയ്യോ, നിക്കടാ അവിടെ. എവിടെ പോയതാ? ഞാൻ അജിത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഈ വീട് ഇവിടെ ആർക്കാ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ആ, നിങ്ങളുടെ മൂത്തമ്മക്ക് എഴുതി കൊടുത്തേക്ക്. ജിത്തു, വേരിന് വളം വെക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പോയി കുളിച്ചിട്ട് വന്നേ. ഇവരച്ഛനും പോലും ഇങ്ങനെ തന്നെയാണോ? ആ എന്റെ ചേച്ചി, എനിക്ക് ഇതേ ഉള്ളൊരു മനസ്സമാധാനക്കേട്. ശ്രീകുട്ടി, അവന് പോയി ഒന്ന് വിളിച്ചോണ്ട് വാ. പാവം, വിഷമിച്ചിട്ടാ പോയെ. ഇനി മാമനോടുള്ള ദേഷ്യം എന്നോട് തീർക്കോ? ഇനി വിഷമിച്ചിരിക്കായിരിക്കോ? ഞങ്ങളുടെ മുമ്പൊന്ന് ചീത്ത പറഞ്ഞത് ചമ്മലേക്കാണ്. പോയി ഒന്ന് മോട്ടിവേറ്റ് ചെയ്തേക്കാം. അവൻ വന്നില്ലേ മോളെ? പിന്നെ ആരാ പറഞ്ഞു? വിശക്കുന്നില്ല ഈ ചക്കന്. വിശപ്പ് തീർത്തോണ്ടിരിക്കുവോ? അവന് വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ. നിങ്ങളൊന്ന് പോയേ. ജിത്തു, ഇറങ്ങി വാടാ. എനിക്കിപ്പോ വേണ്ട. നീ ഇറങ്ങി വരുന്നോ ഞാൻ കയറി വരണോ? ഐസ്. ഇന്ന മോളെ കഴിക്കും. ശ്രീകുട്ടി, ഇവിടെ ബോറടിക്കുന്നുണ്ടോ? ചെറുതായിട്ട്. എടാ, നാളെ ഇവളെയും കൊണ്ടൊന്ന് പുറത്തു പോകും. നാളെയോ? ഒരു പണിയില്ലല്ലോ. ഇല്ല, എന്നാ കൊണ്ടുപോ. നാളെ പറ്റൂല മച്ചാ, അവളെ കൊണ്ട് പുറത്തു പോണം. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കി ഞാൻ കൊണ്ടുപോകാടാ. വേണ്ട, ഓവർ ഇളകണ്ട. എന്റെ അച്ഛൻ തന്നെ നിന്റെ കാല് തല്ലി പിടിക്കും. അതിന് നീ നിന്റെ ചോട്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ, എന്നാ ആങ്ങളെ പെങ്ങളെ എങ്ങോട്ടാ വെച്ചപ്പോ? ഓ, ഇതെവിടെ ഈ സ്മെല്ല്? മാമനെ വിളിക്കട്ടെ. അപ്പൊ ഇതാണല്ലേ ഇവിടെ പരിപാടി? ഇതെന്റെ വീടാ. അപ്പൊ അമ്മു ചേച്ചിക്ക് എഴുതി കൊടുക്കാൻ നേരത്തെ പറഞ്ഞത്? നീ എന്നെ മേടിക്കും. ഞാൻ മാമനോട് പറയും. നിനക്ക് എന്താ വേണ്ടത്? ഞാൻ എത്ര മാസമായി ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് വിട്ടിട്ട് എന്താ അക്സെപ്റ്റ് ചെയ്യാത്തെ? കണ്ണി കണ്ടവരെല്ലാം അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ പിന്നെ പ്രൈവറ്റ് അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമുണ്ടോ? കണ്ണി കണ്ടവരോ? ഞാനോ? നീ ഒന്ന് പോയേ. ജിത്തുവേട്ടന് എന്താ എന്നോട് ഇത്ര കലിപ്പ്? നീ എന്റെ പെങ്ങളായിട്ടാ വന്നതെങ്കിൽ ഞാൻ നിന്നോട് നല്ല രീതിയിൽ പെരുമാറിയേനെ. അപ്പൊ ഒന്നും ഓർമ്മയില്ലാന്ന് ചുമ്മാ പറഞ്ഞതല്ലേ? നോക്ക്, കുഞ്ഞായിരുന്നപ്പോ ഒരു അബദ്ധം പറ്റി. അത് അവിടെ കഴിഞ്ഞു. ഇപ്പൊ അതും പറഞ്ഞു നടക്കേണ്ട പ്രായമല്ല. എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ പെങ്ങളാ. അബദ്ധോ? ആ അബദ്ധം 14 വർഷം നിങ്ങൾക്ക് വേണ്ടി എന്നെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചത് ചിത്തുവേട്ടാ. എടാ, ആ മ്യൂസിയം കാണിക്കണേ. അവിടെ എന്ത് കുന്തണ്ടായിട്ടാ? അതൊക്കെ അവള് കണ്ടോളൂ. നിനക്കല്ലേ ഒന്നുമില്ലാത്തത്. ഇന്ന ഈ പൈസ കയ്യിൽ വെച്ചോ. പോയിട്ട് വരാം. ജിത്തു, മെല്ലെ ഓടിക്കണം, പറക്കരുത്. ഇല്ല അമ്മ. ഇവിടെ എന്ത് കാണാനാ? ഇവിടെ ഒന്നും കാണാനില്ല. എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, വാ. എന്തിന്? അവരെയും കൂട്ടാം. നമ്മള് മാത്രം ചടപ്പായിരിക്കും. അളിയാ, വേണ്ട. നീ എന്തുദ്ദേശത്തിൽ അത് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പോടാ. ഹായ് ശ്രീ. ഹായ്. ഹായ് ശ്രീതു. ഇതാണ് ഞങ്ങളുടെ തലൈവി ഭവ്യ. ആ, അമ്മായി പറഞ്ഞിട്ടുണ്ട്. കുറ്റായിരിക്കും അല്ലേ? അയ്യോ, നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാ പറഞ്ഞേ. അപ്പൊ എങ്ങോട്ടാ പോവാ? നമ്മുടെ യൂഷ്വൽ സ്പോർട്സ് ഒക്കെ കാണിക്കാം. എന്നാ വാ, കേറ്. ശ്രീതു, വാ. ചെറ്റ കുണക്കിട്ട കോഴി. എന്ത്? വണ്ടി ഇടുമോനെ.
എന്താണ്? ഭവ്യ ചേച്ചിക്ക് ലവർ വല്ലതും ഉണ്ടോ? ഇല്ല, പക്ഷെ ഒരു സീക്രട്ട് ഉണ്ട്. ജിത്തുവിനോട് പറയണ്ട. ഇല്ല, എന്താ? അവൾക്ക് ജിത്തുവിനെ ഇഷ്ടാ. പക്ഷെ അവൾ ഇതുവരെ അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ എത്ര നാളായി ഫ്രണ്ട്സ് ആയിട്ട്? ഞാൻ അവന് 8ാം ക്ലാസ് തൊട്ട്, ഭവ്യ +1 തൊട്ട്. എന്തായി ശ്രീകുട്ടി, ഇഷ്ടായോടെ? ആ, അജിത്തേട്ടനും ഭവ്യ ചേച്ചി ഉണ്ടായിരുന്നു. നിനക്കെന്താടാ, വെക്കേഷൻ ആയാലും അവരില്ലാതെ ഉറങ്ങാൻ പറ്റില്ലേ? അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, നമുക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്താ? നീ എന്തേലും കാണിക്കേ. ആ സപ്ലൈ എഴുതി എടുത്തില്ലേ, അച്ഛൻ നിന്നെ കൊല്ലും. ഞാൻ എഴുതി എടുത്തോളാം. ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ആ പോയിട്ടോ, എന്നിട്ട് വിളക്ക് വെക്ക്. അമ്മ എന്തേലും ഓർഡർ ചെയ്തോ? ആ, ഒരു ബാഗ് വന്നോ? വന്നില്ല, കൊറിയർ ഓഫീസിൽ പോയി മേടിക്കണം. അമ്മ എന്തിനാ എന്റെ നമ്പർ കൊടുക്കുന്നേ? ആരുടെ നമ്പർ കൊടുത്താലും നീ പോണം, അതുകൊണ്ട് നിന്റെ നമ്പർ കൊടുത്തു. ഐഷ്, ഇവർക്ക് കുറച്ച് നേരത്തെ വിളിച്ചൂടായിരുന്നു? സാരല്ല, മോൻ പോയിട്ടോ. ഐഷ്, ഇതില് വെള്ളം വരുന്നില്ലല്ലോ. അമ്മായി, വെള്ളം തീർന്നു. ആ, വെള്ളം തീർന്നല്ല മോളെ, അതിനിടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നീ തൽക്കാലം ജിത്തുവിന്റെ റൂമിലെ യൂസ് ചെയ്. അവൻ ടൗണിൽ പോയി, വരുമ്പോ റെഡിയാക്കാൻ പറയാം. ആ പൈപ്പിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഉപയോഗമില്ലാത്തോണ്ട് ശ്രദ്ധിക്കാറുമില്ല. നമുക്കൊന്ന് അമ്മണിയേച്ചിയെ കാണാൻ പോയാലോ? ആ, വിളക്ക് വെക്കുന്നതിന് മുമ്പ് തിരിച്ചു വരാം. ആ, എന്നാ വാ, ബാക്കി വന്നിട്ട് നോക്കാം. മോളെ, ഞങ്ങൾ ഇപ്പൊ വരാട്ടോ, അടുത്ത് തന്നെ ഉണ്ട്, പേടിക്കണ്ട. ആ, ഇതിന്റെ ലോക്കും വർക്കാവില്ലേ? ഇവരൊക്കെ എവിടെ പോയി? ഞാൻ പൈപ്പ് ഓഫാക്കിയതാണല്ലോ രാവിലെ. അമ്മ ഈ വാതിൽ ലോക്ക് ചെയ്യാണ്ട് പോയിട്ട് കള്ളനെങ്ങാനും. എങ്കിൽ ഇന്നത്തോടെ അവന്റെ കുളി ഞാൻ നിർത്തും. എന്താടാ? എന്ത്? നീ എന്തിനാ കാറിക്കൊണ്ട് ഓടി വന്നേ? ഞാൻ നിങ്ങളെ ഒന്നും കാണാണ്ട് പേടിച്ചുപോയി. അയ്യോടാ, പോത്ത് പോലെ ആയല്ലോടാ. ശ്രീകുട്ടിയുടെ കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? ആ ജിത്തു, അവളുടെ റൂമിലെ പൈപ്പ് ഒന്ന് ശരിയാക്കണേ, അതിന്ന് വെള്ളം വരുന്നില്ല. അവള് നിന്റെ ബാത്റൂമിലാ കുളിക്കുന്നെ. ഓ ആണോ? ഞാൻ മേലെ പോയില്ല. എന്നാ പൈപ്പ് ഒന്ന് ശരിയാക്ക്. ആ, അമ്മയോട് പറയല്ലേ പ്ലീസ്. അപ്പൊ പറയാൻ പാടില്ലാത്ത കാര്യങ്ങള് 4ആയി. 4? എന്തൊക്കെ? പണ്ട് എന്നെ ഉമ്മ വെച്ചത്, ഇന്നാള് ലാപ്ടോപ്പിന്. മനസ്സിലായി. ആ, പിന്നെ സിഗരറ്റ് വലിക്കുന്നത്, ഇപ്പൊ ഇതാ ഇത്. ഇനി ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. പറയാതിരിക്കണെങ്കി എന്നോട് നല്ല കുട്ടിയായിട്ട് പെരുമാറണം. ആ, അപ്പൊ ഓക്കെ, ഞാൻ പോയി വിളക്ക് വെക്കട്ടെ. ഇയാള് പോയി പൈപ്പ് ശരിയാക്ക. ഇവളുടെ പറച്ചിൽ കേട്ടാ തോന്നും ഇവൾ എന്റെ കുളിസീന കണ്ടേന്ന്. മേ ഐ കം ഇൻ? എന്തിനാ? ചുമ്മാ. വാ. എന്താ പരിപാടി? ചുമ്മാ റീൽസ് ആണോ? എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടോട്ടാ. ഓ, പറ നിന്റെ ഐഡി. ശ്രീതു ശ്രീ. ശ്രീതു ശ്രീ. ആ, അതെ, തിരിച്ചു ഫോളോ ചെയ്യും. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ സ്റ്റോറി ഒക്കെ കണ്ട അമ്മയ്ക്ക് ഒറ്റ കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ടേ വെച്ചണമായിരുന്നു. പ്ലീസ്, പറ്റിപ്പോയി. നീ എന്തിനേയും വേണ്ടാത്ത കാര്യങ്ങൾ ഓർത്തു വെക്കുന്നേ? എന്റെ ഫസ്റ്റ് കിസ് ഞാൻ എങ്ങനെയാ മറക്കാം?
അത് തന്നെയല്ലേ എന്റെ ഫസ്റ്റ് കിസ്, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ? ജിത്തേട്ടൻ എന്നെ അടക്കം മറന്നു, പിന്നെയാ. ഇപ്പൊ ഓർമ്മയുണ്ടല്ലോ, അത് മതി. ജിത്തേട്ടാ, ഉം ജിത്തേട്ടന് ലവർ ഉണ്ടോ? ഇല്ലാന്ന് പറഞ്ഞാ നീ എന്റെ പുറകെ നടക്കും, ഉണ്ടെന്ന് പറഞ്ഞാ നീ അമ്മേനോട് പറയും. ഉണ്ടെന്ന് പറഞ്ഞാ ഞാൻ അമ്മേനോട് പറയൊന്നുമില്ല, സത്യം. അപ്പൊ പുറകെ നടക്കും. എന്റെ ഉള്ളിൽ എന്താന്ന് ജിത്തേട്ടൻ അറിഞ്ഞൂടെ? അറിയാം. പറ, ആരേലും ഇഷ്ടാണോ? ഭവ്യേച്ചിയാണോ? അയ്യേ, അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പിന്നാരാ? എന്റെ ക്ലാസ്സിലുള്ള ഒരു കൊച്ചാ, ആദ്ലിൻ. ക്രിസ്ത്യനോ? മാമൻ സമ്മതിക്കോ? അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളാ. അപ്പോ ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. അതെന്താ? ഫൈനൽ ഇയറിന്റെ സെന്റ് ഓഫിന് പറയും. അപ്പോഴേക്കും വേറെ വല്ല റിലേഷനിലായ? ആവോ, ആവില്ലെന്ന് വിശ്വസിക്കാം. കിട്ടോ കിട്ടില്ലയോ എന്നറിയാതെ ഒരാളെ ഒരുപാട് നാളായി പ്രേമിക്കുന്ന ഒരു സുഖല്ലേ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ആ കിസിന്റെ കാര്യം പറഞ്ഞാൽ വട്ട് കളിപ്പിക്കാതെ എനിക്ക് നന്നായിട്ട് അറിയാം. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന നിനക്ക് ഇതുവരെ പ്രേമമൊന്നും ഇല്ലാന്ന് പറഞ്ഞാ നീ ചെന്ന് കിടന്നോ. കിട്ടോ കിട്ടില്ല എന്നറിയാതെ ഒരാൾ ഒരുപാട് നാളെ പ്രേമിക്കുന്ന ഒരു സുഖല്ലേ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മായി, ജിത്തേട്ടൻ സ്കൂളിൽ നിന്ന് വന്നോ? എനിക്ക് ഡാൻസിന് സമ്മാനം കിട്ടി. ജിത്തേട്ടനോട് പറയണേ. ജിത്തേട്ടന്റെ പിറന്നാളല്ലേ, ഞാൻ അമ്പലത്തിൽ പോയി. ജിത്തേട്ടന് 8ാം ക്ലാസ്സിലോട്ടല്ലേ? ജിത്തേട്ടൻ സ്പോർട്സിൽ നിന്നോ? ജിത്തേട്ടനോട് ഞാൻ ചോദിച്ചു പറയണേ. അമ്മായി, ജിത്തേട്ടൻ +1 ഏതാ എടുക്കുന്നേ? ജിത്തേട്ടൻ പാസ്സായോ? ജിത്തേട്ടന് കാല് വിളിക്കുന്ന അമ്മ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ജിത്തേട്ടൻ ഏതാ ഡിഗ്രിക്ക് എടുക്കുന്നേ? എന്നാ ഞാനും എടുക്കാം. ജിത്തേട്ടന്റെ നമ്പർ തരുമോ? നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു? ഇന്നലെ കിടക്കാൻ ലേറ്റായി. ഫോണിൽ കളിയായിരിക്കും അല്ലേ? അതിനിപ്പോ ആരാ മോശം? ദാ ഒരെണ്ണം ഇരുന്ന് പുട്ട് കയറ്റുന്ന കണ്ടില്ലേ? ഇരിക്കു ശ്രീകുട്ടി, ഞാൻ എടുത്ത് കഴിച്ചോളാം. എടി, ഇത് കണ്ണിമാങ്ങയാ? ആ, ഇരുമ്പമ്പുള്ളിയുണ്ട്, ഞാൻ എടുത്തു തരാം. ജിത്തേട്ടാ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്ത്? ജിത്തേട്ടന് ഒരു റിലേഷൻഷിപ്പിലാവുന്നവരെ ഞാൻ ജിത്തേട്ടന്റെ പുറകെ നടക്കും. വെള്ളം എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. ശ്രീകുട്ടി കളിക്കല്ലേ, ഇപ്പൊ മുറച്ചകനും മറപ്പണ്ണൊന്നുമില്ല. നീ എന്റെ പെങ്ങളാ. എന്നെ ഉമ്മ വെച്ചിട്ട് എന്റെ കൺമുമ്പിലിരുന്ന് ടിഷ്യൂ കൊണ്ട് ഓക്കെ, ഞാനത് നേരി കണ്ടിട്ട് എന്നെയും പിറന്നപടി കണ്ടിട്ട് ഞാൻ ഇപ്പോഴും തന്റെ പെങ്ങളാല്ലേ? മെല്ലെ പറ കുരിപ്പൻ. എനിക്ക് സൗകര്യമില്ല ജിത്തേട്ടന് ആങ്ങളെ കാണാൻ. വരുന്നുണ്ട് കഞ്ഞിയിലെ പാറ്റട. വിശ്വ, ഹേ മച്ചാ. ഹേ ശ്രീതു. ഹായ് അജിത്. എന്താ രാവിലെ തന്നെ? ചുമ്മാ വീട്ടിലിങ്ങനെ കറങ്ങി നടക്കുന്നതിന് ഒന്നും പറയില്ലേ? പറയും, ആരും മൈൻഡ് ആക്കുന്നു. ശരി. ശ്രീകുട്ടി, ബോറടിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങോട്ടേലും പോയാലോ? ആരെയും നമ്മൾ നാലും. അത് വേണ്ട, അവളുടെ അമ്മ സമ്മതിക്കില്ല. ചുമ്മാ പറയാനേ, വിടും. എന്നാ പിന്നെ വാ, നമുക്ക് സിനിമയ്ക്ക് പോവാം. ഓക്കെ. എന്താ ഓക്കെ? മിശിഹായുടെ 4 കൽപ്പനകൾ. ഓക്കെ ഓക്കെ, റെഡി ആയിട്ട് വാ, പോവാം. ഓക്കെ, നിക്ക്. ഭവ്യ ചേച്ചി അജിത്തേട്ടന്റെ കൂടെ കയറിക്കോ. അതെന്താ? ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാനൊരു അന്യ പുരുഷന്റെ ബൈക്കിൽ കയറിപ്പോയാ ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരാണേ. ഓ, എന്നാ വാ അജിത്തെ. മാഡം കേറ്.
നിന്റെ മോന്ത എന്താടാ കടന്നല് കുത്തിയ പോലെ? ഒന്നുമില്ല. നീ അടി ഉണ്ടാക്കിയോ? ഞാനോ? അവൻ ഇവളോട് അടി ഉണ്ടാക്കിയാലേ ഉള്ളൂ. എന്താ? ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാം, മേലാൽ അതിരി വിട്ട് പെരുമാറരുത്. ജിത്തേട്ടാ, ഒരു ജിത്തുവേട്ടനുമില്ല. പണ്ടൊരു അബദ്ധം പറ്റിയതിന്റെ പേരിൽ ഇങ്ങനെ ശിക്ഷിക്കണം. എനിക്ക് ജിത്തേട്ടനെ ശരിക്കും ഇഷ്ടാ. എന്റെ അപ്പച്ചിയുടെ മോൾ എനിക്ക് പെങ്ങളാ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ കാണാൻ പറ്റൂ. അത് കോളേജിലെ പെണ്ണിനെ ഇഷ്ടായോണ്ടല്ലേ? അല്ല. ജിത്തേട്ടനപ്പൊ ഇന്ന് വരെ എന്നോടൊന്നും തോന്നിയിട്ടില്ല? ഇല്ല. നീ പറഞ്ഞ ഉമ്മ പോലും നിന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ. ഞാൻ നിന്നെ ഓർക്കാറ് പോലും ഇല്ലായിരുന്നു. മേലാൽ ഇല്ല. ജിത്തു, ഇങ്ങ് താഴെ വാടാ. എന്താ അമ്മ? ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോവാ. വാതിലൊന്ന് കുറ്റിയിട്. നിങ്ങൾ പുറത്തുനിന്ന് കൂട്ടി പൊക്കോ. ഇപ്പൊ എങ്ങനെയുണ്ട്? രാവിലെ എണീക്കില്ല, ഒന്ന് അമ്പലത്തിൽ പോവില്ല. ഉത്സവത്തിന് പൊരി മേടിക്കാനും പെമ്പിള്ളേരെ വായി നോക്കാനും കറക്റ്റായി എഴുന്നള്ളിക്കോളും. ഇനിയിപ്പൊ അതും പറഞ്ഞ് വഴക്കിടണ്ട. നമുക്ക് പോവാം. അവൻ ഉറങ്ങിക്കോട്ടെ. വന്നോ? പിന്നെ നട അടയ്ക്കുന്നവരവിടെ നിക്കണം. നീ ഇപ്പൊ എണീറ്റേ ഉള്ളോ? അപ്പച്ചി. അല്ല, ശ്രീതു എവിടെ? അച്ഛന്റെ കൂടെ കടയിൽ പോയോ? അവളെ അജിത്ത് കൊണ്ടുപോയി. അജിത്തോ? അവളെന്തിനാ അവന്റെ കൂടെ പോയെ? നിനക്കല്ലേ അവളെ മ്യൂസിയത്തിലൊക്കെ കൊണ്ടുപോകാൻ മടി. അവൻ കൊണ്ടുപോക്കോളാ പറഞ്ഞു. The person you've called is temporarily not available. The person you've called is temporarily not available. എവിടെ രണ്ടുച്ച? ഹായ്ഡാ. നിന്നെ അജിത്ത് വിളിച്ചോ? ഇന്ന് വിളിച്ചില്ല. നേരം വിളിത്തല്ലേ ഉള്ളൂ. എന്താടാ? ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേടാ. വിശ്വജിത്തെ, അവൻ പോയല്ലോ. എങ്ങോട്ട്? അമ്പലത്തിലോട്ട്. നീ വിളിച്ചു നോക്കിയില്ല? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ടാവും കരുതി. എന്നാ പോട്ടെ. ആ. അളിയാ, നിന്നെ വിളിച്ചിട്ടെന്താ എടുക്കാത്തെ? ഉയ്യോ, അമ്പലത്തിൽ പോയപ്പോ സൈലന്റ് ആക്കിയതാടാ, മാറ്റാൻ മറന്നുപോയി. അയ്യോ, ഞാനും. അമ്മ വിളിച്ചാവോ? മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയാൽ നിനക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കൂടായിരുന്നോ? ഞാൻ ചോദിച്ചതാ. അപ്പൊ ഇവിടെ പറഞ്ഞു വീട്ടിൽ പോയിട്ടൊന്നും ചെയ്യാനില്ല, അവിടെ ഭയങ്കര ബോറടിയാണ്. ശരി, വാ വീട്ടിൽ പോവാം. ശ്രീതു, ഞാൻ അജിത്തേട്ടന്റെ കൂടെ വന്നോളാം. ഞാൻ കൊണ്ടാക്കിക്കോളാടാ. എന്തായി ഊരത്തണ്ടല്? അജിത്തേട്ടന് ഒരുപാട് സ്ഥലം അറിയാട്ടോ. നമ്മുടെ നാടല്ലേ, അല്ലേ ആന്റി? അതന്നെ. ഇവിടെ ഒരുത്തനോട് ഇവിടെ ഒന്ന് പുറത്തുണ്ടാവാൻ പറഞ്ഞ ഭയങ്കര ജാടയാ. അതിനെന്താ അമ്മായി, അജിത്തേട്ടനില്ലേ? പിന്നെ അജിത്തെ, നാളെ ഭവ്യനെയും കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറഞ്ഞേ. എന്താ ആന്റി? അങ്കിളിന്റെ പിറന്നാളാടാ. അയ്യോ, ആണോ? അമ്മയ്ക്കൊന്നും പറയായിരുന്നില്ലേ? ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ട് വന്നേനെ. ഞാൻ എന്റെ ഏട്ടനുള്ള ഗിഫ്റ്റും കൊണ്ടാ വന്നേ. അതിന് ഇവൾക്ക് എന്ത് മാമൻ? എല്ലാ വർഷവും ജിത്തുവിന്റെ പിറന്നാളിന് കറക്റ്റായി വിളിക്കും. ജിത്തേട്ടനോട് എന്റെ വിഷ് പറയണേ പറഞ്ഞു. അത് പറയാൻ വരുമ്പോ ഇവിടെ അച്ഛനും മോനും തമ്മിൽ യുദ്ധമായിരിക്കും. പിന്നെ ഞാനത് വിട്ടുപോകും.
അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. ആടാ, അളിയാ പോട്ടറാ. ആടാ ശ്രീകുട്ടി. നാളെ കാണാം. ആ നിമിഷേ വാ, പിള്ളേരെവിടെ? ദാ വരുന്നു. നമ്മുടെ അയൽവക്ക. ആ വരൂ. ബിരിയാണി ആട്ടം ഉണ്ടാക്കിയേ, അതാവുമ്പോ വേഗം പണി കഴിയുമല്ലോ. ശരിയാ ചേച്ചി, സദ്യ ആണെങ്കി എത്ര പണിയാ. ഹായ് കുട്ടീസ്. ഈ ചേച്ചി ഏതാ? ഇവിടുത്തെ അങ്കിളിന്റെ അനിയത്തിന്റെ മോളാ. ഇവര് വന്നു എന്നോട് അമ്മണിയേച്ചിയുടെ മോള് പറഞ്ഞിരുന്നു. സുഖം? ഓ സുഖം. മോള് പോയി ജിത്തേട്ടനൊന്ന് വിളിച്ചിട്ട് വരുമോ? മേലെയുണ്ട്. ഓക്കേ. അത് നല്ല ഡ്രാമയാടാ. അത് ഓടി, ഇവളുടെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാടാ. ജിത്തേട്ടാ, പുതിയ ചേച്ചി വിളിക്കുന്നുണ്ട് താഴേക്ക്. പുതിയ ചേച്ചിയോ? ശ്രീധുവിനെ ആയിരിക്കും. ഞാൻ പോരാ. ഓക്കെ ബ്രോ. എന്താ? എന്ത്? ഓ, ആ കൊച്ചൊന്ന് ജിത്തേട്ടനാണ് വിളിച്ചേ. ഞാൻ അജിത്തേട്ടനെ ഉദ്ദേശിച്ചേ. ഇവിടുത്തെ പുതിയ ശീലങ്ങളൊന്നും ആ കൊച്ചിന് അറിയില്ലല്ലോ. പഴയ ശീലങ്ങളോട് വെറുപ്പുള്ളവർക്ക് പുതിയ ശീലങ്ങളാകാലോ. നിക്ക്, നീ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടാകുമെന്നാണോ നിന്റെ വിചാരം? കൊറേ പേരെ വിളിച്ചിട്ടുണ്ടോ ചേച്ചി? ഇല്ല, ഇവിടെ അടുത്തുള്ളവരെ മാത്രം. അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, മോശല്ലേ. എനിക്ക് അങ്ങനെ ഒരു വിചാരവുമില്ല. പിന്നെ നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ ആരെ അവോയ്ഡ് ചെയ്തില്ല. ഞാൻ പുറകെ നടക്കുന്നത് ജിത്തേട്ടന് ഇഷ്ടമല്ലാത്തോണ്ട് അത് നിർത്തി, അത്രേ ഉള്ളൂ. ജിത്തേട്ടൻ തന്നെയല്ലേ എന്നോട് വേണ്ട പറഞ്ഞേ. ഇഷ്ടാ പറഞ്ഞ് പുറകെ നടക്കരുതെന്നാ ഞാൻ പറഞ്ഞേ. അതും പണ്ടെങ്ങാണ്ടൊന്നും ഉമ്മ അച്ഛന്റെ പേരില്. ജിത്തേട്ടൻ അത് നിസ്സാരായിരിക്കും, എനിക്ക് അങ്ങനല്ല. എന്നാ നീ പോയി പത്രത്തിൽ കൊടുക്ക്. ആ, ഞാൻ എല്ലാരോടും പറയും ജിത്തേട്ടൻ എന്നെ ഉമ്മ വെച്ച കാര്യം. നിങ്ങളത് കേട്ടോ? മുറച്ചക്കനും മുറപ്പെണ്ണുമല്ലേ? എന്നാലും കല്യാണം കഴിഞ്ഞില്ലല്ലോ. അച്ഛാ, ഞാൻ അങ്കിളെ വേണ്ട. പിന്നെ ഞാൻ എന്താ വേണ്ടേ? അവള് നിന്റെ പെങ്ങളല്ലേടാ? എന്റെ തലയെ തൊട്ട് സത്യം ചെയ്, വേറെ ഒന്നും നടന്നിട്ടില്ലാന്ന്. അമ്മ, അതിപ്പോ നടന്ന കാര്യല്ല. ഞങ്ങള് കുഞ്ഞിലെ കളിച്ചപ്പോ ജിത്തേട്ടൻ അറിയാണ്ട്. അതൊക്കെ ഇനി ആരെ പറഞ്ഞ് ബോധിപ്പിക്കാനാ? ഇന്ന് ഇവിടെ ഇത് കേട്ട് പോയവരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു പരത്താന്ന് ദൈവത്തിനറിയാം. എന്തായാലും എന്റെ മോനെ എനിക്ക് തന്ന പിറന്നാൾ സമ്മാനം കൊള്ളാം. അച്ഛാ, എന്തോ ശോഭനെ ശ്രീകുട്ടിനെ വിളിക്ക്. ഞങ്ങളിവിടെ ഉണ്ട് ഏട്ടാ. പെങ്ങളെ ശ്രീകുട്ടി, ഞാൻ ഒരു തീരുമാനം എടുക്കാൻ പോവാ. ഞങ്ങള് തിരിച്ചു പൊക്കോളാം ഏട്ടാ, ഇന്ന് തന്നെ. എന്തായാലും ഇവൾക്ക് ക്ലാസ് തുടങ്ങാനായല്ലോ. വേണ്ട, ആരും ഇവിടുന്ന് പോകുന്നില്ല. ഇവരുടെ കല്യാണം നടത്താം. ഏട്ടാ, അത് ഇവര് പിള്ളേരല്ലേ, പഠിക്കുവല്ലേ. എന്നും പറഞ്ഞ് നിനക്ക് നാട്ടുകാരുടെ വാ മൂടി കെട്ടാൻ പറ്റുമോ? ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? ചോദിക്കുന്നവരോട് പറഞ്ഞാ പോരെ? എത്ര പേരോട് പറയും നീ? എനിക്ക് നാളെ തൊട്ട് കടയിൽ പോണ്ടേ? എല്ലാവരും ചോദിക്കില്ലേ? നാളെ നാട്ടിൽ പരക്കുന്ന കഥ കുഞ്ഞിലെ നീ ഉമ്മ വെച്ചു എന്ന് മാത്രമായിരിക്കുന്നാണോ നിന്റെ വിചാരം? എനിക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ചോളണം. അവളൊരു പെൺകുട്ടിയാ. അവൾക്ക് ഉണ്ടാവാൻ പോകുന്ന ചീത്തപ്പേര് എത്ര തേച്ചാലും വായിച്ചാലും പോവില്ല. നാളെ അവരുടെ മുഹൂർത്തം ഞാൻ കുറിച്ചിരിക്കും. വിശ്വ, അളിയ, എന്താടാ ഇതൊക്കെ? ആരെ കാണിക്കാനാ നിന്റെ ഈ കള്ളക്കരച്ചില്? നീ ആഗ്രഹിച്ചത് നടത്തിയല്ലേ? ജിത്തേട്ടാ, ഞാൻ മിണ്ടരുത്. ഈ കല്യാണം നടന്നാലും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായിരിക്കും നിന്നെ എന്റെ ഭാര്യയെ കൊണ്ട് നടക്കുന്നത്. ഈ ദിവസം നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നോക്കിക്കോ. മുഹൂർത്തം കുറിച്ച് കിട്ടി. ഈ വരുന്ന 25-ന് കല്യാണം. അത് പെട്ടെന്നായി പോയില്ലേ? പെട്ടെന്ന് വേണം.
ആര് ചോദിച്ചാലും ഇവരുടെ കല്യാണം പണ്ടേ പറഞ്ഞു വെച്ചതാ പറഞ്ഞാ മതി. അപ്പൊ ഡ്രസ്സൊക്കെ എടുക്കണം. ഇന്ന് തന്നെ പോവാം. പോയി വിളിക്കേണ്ടവരെ മാത്രം നേരിട്ട് പോയി വിളിക്കാം. അല്ലാത്തവരെ ഫോൺ വിളിച്ചു പറയാം. ജിത്തോ, നിന്റെ കോളേജിലുള്ളവരെയും വിളിക്കണം. ഇല്ല, അജിത്തും ഭവ്യയും മാത്രം മതി. അത് നിന്റെ ഇഷ്ടം. എന്തായാലും നിന്റെ പ്രിൻസിപ്പളിനോട് ഞാൻ കാര്യം പറയും. ശ്രീകുട്ടി ഇനി ഇവന്റെ കോളേജിൽ പഠിച്ചാൽ മതി. എന്തിന്? ഇല്ലെങ്കിൽ രണ്ടിനെ കൈയോടെ പൊക്കിയപ്പോ നാട്ടുകാരുടെ വായടപ്പിക്കാൻ മാത്രം കെട്ടിച്ചതാ പറയും. കോപ്പ്. നീ എവിടെ പോവാ? അജിത്തിന്റെ അടുത്ത്. നാളെ നിന്റെ കല്യാണം. നിങ്ങൾ അടിച്ചേൽപ്പിച്ച കല്യാണം എന്ന് പറ. ജിത്തുവിന്റെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അനുഭവിക്കേണ്ടത് മൊത്തം ആ പെണ്ണായിരിക്കും. അളിയ, ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. പോടാ. ഞാൻ ചുമ്മാ എങ്ങോട്ടേലും ഓടിപ്പോയാലോ തോന്നുന്നു എനിക്ക്. എല്ലാം ശരിയാവടാ. ശ്രീതു നല്ല കുട്ടിയല്ലേ, കാണാനും കൊള്ളാം. നിനക്കതൊക്കെ മതിയാവും. എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ലടാ. നിന്റെ മനസ്സിലാരേലുണ്ടോ? ആര്? ആദ്ലി. നമ്മുടെ ക്ലാസ്സിലോ? അപ്പൊ എന്താ? അവൾക്ക് അറിയ പോലുമില്ല. ആരാ? ആദ്ലി. എജാതി ടൈമിങ്ങാടാ. എടുക്ക്. ഹലോ. നിന്റെ കല്യാണം ഉറപ്പിച്ചു അല്ലേ? നിന്നോട് ആര് പറഞ്ഞു? നിന്റെ അച്ഛൻ എന്റെ പപ്പയോട് പറഞ്ഞതാ. സത്യായിരിക്കലേ പ്രാർത്ഥിച്ച ഞാൻ നിന്നെ വിളിച്ചേ. പക്ഷേ ആദ്ലിൻ, എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നടാ. നിനക്കും ആ ഇഷ്ടമുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ്. എന്താടാ എല്ലാം അവളെ നശിപ്പിച്ചടാ. അതിൽ എന്നെ ഇഷ്ടമായിരുന്നു. ആ ബെസ്റ്റ് കൺഫസ് ചെയ്യാൻ പറ്റിയടേ. എടാ, ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. പോടാ. എല്ലാരും ഒരു പെണ്ണിന്റെ കണ്ണീര് കണ്ടപ്പോ അവളുടെ ഭാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. അല്ലെങ്കിൽ നമ്മൾ ആമ്പിള്ളേര് കരഞ്ഞാലും ചിരിച്ചാലും അവർക്കെന്താ? എടാ, നീ വീട്ടിൽ പോവാൻ നോക്ക്. എനിക്കിപ്പോ കണ്ണി കണ്ടുകൂടാത്ത ഒരേ ഒരു സ്ഥലം അതാ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണടാ. അടുത്ത ആഴ്ച കോളേജ് തുറക്കും. എന്റെ ടെൻഷൻ അതാ. എനിക്കിനി അവിടെയും സമാധാനം ഉണ്ടാവില്ലല്ലോ. അളിയ, കല്യാണത്തലേന്നായിട്ട് കല്യാണ ചെറുക്കൻ ഇപ്പോഴാണോ വരുന്നത്? നീ എവിടെ പോയി കിടക്കുവായിരുന്നടാ? ചേച്ചി, നീ ആ ജ്യൂസ് അവർക്ക് കൊടുക്ക. മാമനോട് ഞാൻ പറയാം നാളെ ഈ കല്യാണം നടത്തണ്ടെന്ന്. അയ്യോ, നീ അങ്ങനെ ത്യാഗമൊന്നും ചെയ്യല്ലേ. ഞാൻ നിന്നെ കെട്ടിയില്ലെങ്കിൽ പിന്നെ നിന്നെ ആരും കെട്ടാതെ പോയാലോ? അപ്പൊ ഞാൻ വില്ലനായി പോവില്ലേ? ജിത്തേട്ടാ, എന്തായാലും നീ ഹാപ്പി ആയില്ലേ? നീ ഹാപ്പി ആയിരിക്കെ. അമ്മ ആയിരുന്നു ഇത് ചെയ്യേണ്ടത്. അവൾ അവിടെയായി പോയില്ലേ? ശോഭയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ, നിനക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മാനെ വിളിച്ചാ മതി. ചെല്ല്. നീ എന്താ ഇവിടെ? അമ്മായി അപ്പുറത്ത്. നിന്റെ മുറി അവിടെയാ. പോ. മേലാൽ നിന്നെ സിന്ദൂരം തൊട്ട് കാണരുത്.
ജിത്തു, നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. കോളേജ് തുറക്കുന്നതിന് മുമ്പ് രണ്ടാലും ഒരു ട്രിപ്പ് പോയിട്ടോ. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. ഇന്ന് തന്നെ പൊക്കോ. അമ്മായി പോയിട്ട് വാ. അല്ല, മോള് സിന്ദൂരം തൊട്ടില്ലേ? എനിക്കിഷ്ടല്ല അമ്മായി. ആ, എന്നാ വേണ്ട. അവരും വരുന്നുണ്ട്. ആര്? ഹായ്. പോവാം. ഓക്കെ. ശ്രീതു, നീ അജിത്തിന്റെ കൂടെ കേറിക്കോ. ഭവ്യ, കേറ്. എടാ, അത് അവൾക്ക് അവന്റെ കൂടെ പോകുന്നതാ കൂടുതൽ ഇഷ്ടം. അവന് പ്രാന്ത. താൻ വാ. നിനക്ക് അവനെ ഇഷ്ടായിരുന്നല്ലേ? ഇപ്പോഴും ഇഷ്ടാ. 2 റൂം എടുത്തോളൂ. ഒന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാം. ശ്രീതു ഭവ്യയുടെ കൂടെ കിടന്നു. ഇത് നമ്മുടെ ഹണിമൂൺ ആണോ മഹാനുഭവ? നമ്മൾ ഒന്നിച്ച് കിടക്കാൻ? ശ്രീതു, സാരല്ല ചേട്ടാ. ഇതൊക്കെ എവിടെ ചെന്ന് നിക്കോ? ആ അമ്മായി എത്തി. ജിത്തേട്ടൻ കുളിക്ക. ആ, വിളിക്കാം. ആന്റിയാണോ? ശ്രീതു, വിഷമിക്കണ്ട. അവന്റെ ദേഷ്യം കാരണം. എനിക്കറിയാം. ചേച്ചിക്ക് വിഷമല്ലേ ജിത്തേട്ടന്റെ കല്യാണം കഴിഞ്ഞതിന്? അവനിഷ്ടല്ലാത്ത കല്യാണമാണെന്ന് ആലോചിക്കുമ്പോ. വേറെ ഒന്നുമില്ലേ? വേറെ എന്ത്? ഒന്നുമില്ല. നീ എനിക്ക് അവനോട് പ്രേമുണ്ടെന്ന് വല്ലതും ആണോ കരുതിയിരിക്കുന്നേ? അല്ല, പേടിക്കണ്ട. എങ്ങനെയുണ്ടായിരുന്നു മോളെ? നന്നായിരുന്നു. അവനിപ്പോഴും ദേഷ്യത്തിലാണോ? അമ്മായി ഒരു വഴിപാട് കഴിപ്പിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും. ശ്രീതു, ഇവിടെ വാ. ചെല്ല്. നാളെ കോളേജിൽ ഒരാളോട് നമ്മുടെ കാര്യം പറഞ്ഞേക്കരുത്. ആ താലി ഊരി വെച്ചേക്ക്. നീ, നിന്റെ ക്ലാസ്, നിന്റെ ഫ്രണ്ട്സ് എന്നെ കണ്ട ചിരിക്ക പോലും വേണ്ട. എന്ത് പറഞ്ഞാൽ ഈ കരയെന്തെന്തിനാ? ഒന്ന് പോയേ. ജിത്തു, ശ്രീകുട്ടിയെ കൂടി കൂട്ട്. നിങ്ങളുടെ കെട്ടിയവനല്ലായിരുന്നോ ഈ കല്യാണം നടത്താൻ ധൃതി? അങ്ങേരോട് കൊണ്ടാക്കാൻ പറ. ജിത്തു, അമ്മായി ഞാൻ ബസ്സിന് പൊക്കോളാം. എങ്കിൽ സ്റ്റാൻഡ് വരെയെങ്കിലും കൊണ്ടാക്കടാ. മോളെ, സാരല്ല അമ്മായി. സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയതിന് എനിക്ക് കിട്ടിയ ശിക്ഷയായത്. ഞാനിതൊക്കെ അനുഭവിക്കണം. ഹായ്. ഹായ്. ട്രാൻസ്ഫർ ആയി വന്നതാ? ഞാൻ ലക്ഷ്മി. ലച്ചു വിളിച്ചോ? ഞാൻ ശ്രീതു. സോറിടാ, ഞാൻ നിന്നെ വിഷ് ചെയ്ത് സ്റ്റോറി ഇട്ടിരുന്നു. ഭാര്യയും ഭർത്താവും ഒക്കെ നിങ്ങളുടെ വീട്ടില്. ഇവിടെ നിങ്ങൾ സ്റ്റുഡൻസാ. കോളേജ് ഒരു പാർക്ക് പോലെ കാണരുത്. ഒന്നിച്ച് നടക്കാനും ഇരിക്കാനും തോളത്ത് കൈയിട്ട് നടക്കാനും ഒന്നും നിൽക്കണ്ട. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ചെയ്യരുത്. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും ഇതൊരു ട്രെൻഡാക്കി റീൽസ് എടുക്കാനൊക്കെ തോന്നും. പൊക്കോ. നിന്റെ കല്യാണം കഴിയുന്നത് കേട്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്?
നിന്റെ തന്ത നിന്നെ ഉണ്ടാക്കിയ പോലെ തന്നെ. ദാ ഓളാ, നീ വാഴ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്റെ സമാധാനം പോകുന്നു. നിന്റെ അവസ്ഥ ഇതാണേൽ അവളുടെ അവസ്ഥ എന്താണാവോ? എന്താ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചേ? അത് കുഞ്ഞിലെ പറഞ്ഞു വെച്ചതാ. അതിനിപ്പോ എന്താ? ജാതകം. ഓ അങ്ങനെ. ഡാ അവളാ പെണ്ണ്. എന്താടാ ഈ കോളേജിൽ ഇവള് മാത്രമാണോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി? അതല്ല, പക്ഷെ ഇതേ കോളേജിൽ പഠിക്കുന്ന കെട്ടിയോനുള്ളത് ഇവക്ക് മാത്രം. ശ്രീ കരയല്ലേ, അവന്മാരുടെ കളിയാക്കലൊക്കെ കുറച്ച് ദിവസത്തേക്ക് കാണും. ഞാൻ പഠിപ്പ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. ഏയ് അതൊന്നും വേണ്ട. എന്താടാ കെട്ട് കഴിഞ്ഞിട്ട് നിനക്ക് ഇവളെ വിടാനായില്ലേ? എടാ വേണ്ട. ശ്രീ എന്താ? നിന്റെ കെട്ടിയാൻ അവിടെ കിടന്ന് തല്ലുണ്ടാക്കി ചോര ഒലിപ്പിച്ചിരിപ്പുണ്ട്. അയ്യോ, പെയിനുണ്ടോ? കുഴപ്പമില്ല. നീ എന്തിനാ എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കാൻ പോയേ? ശ്രീതു, പേര് മാത്രമേ ഉള്ളടോ, ഭാര്യാന്ന്. ശ്രീ തല്ലുണ്ടാക്കി വന്നിരിക്കുന്നു അവൻ. നിങ്ങളൊന്ന് മെല്ലെ പറ. പഴയ പോലല്ല. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനാണേലും ഭർത്താവിനെ ആരും കുറച്ച് കാണുന്നത് ഒരു ഭാര്യക്ക് സഹിക്കില്ല. മോള് ഹാപ്പിയാണോ? ആമാ. ഫ്രണ്ട്സിനെ കിട്ടിയോ? ഒരാളെ കിട്ടി, ലക്ഷ്മി. നന്നായി. മോള് നന്നായി പഠിക്കണം കേട്ടോ. ജിത്തു ഇവിടെ ഉണ്ട്. എന്നാ ശരി, നാളെ വിളിക്കാം. ശരി അമ്മ. നീ എങ്ങോട്ടാ എന്റെ ഡ്രസ്സും കൊണ്ട്? അലക്കാൻ. ഇത്രയും നാളും എന്റെ അമ്മ ഇതൊക്കെ ചെയ്തേ. ജിത്തേട്ടാ, നീ നിന്റെ മാത്രം കാര്യം നോക്കിയാ മതി, മനസ്സിലായോ? ഡാ ശ്രീധുവിനെ ആൽവിനും ഗ്യാങ്ങും റാഗ് ചെയ്യുന്നുണ്ട്. സീനിയേഴ്സ് ആയ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യും. അതോടെ മാത്രല്ല അങ്ങനെ. മനുഷ്യനാണോടാ നീ? അല്ലാന്ന് കൂട്ടിക്കോ. നീ എന്താടാ ഇങ്ങനെ? നിനക്ക് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനോട് പോയി കാണിക്കേ, അവളോടല്ല. ആൽവിനെ മതി, അവളെവിടെ? ചോദിക്കാൻ കെട്ടിയോൺ നേരിട്ട് വരും കരുതിയപ്പോ നീയാണോ വന്നേ? ആൽവിൻ പ്ലീസ്, ബോറാക്കല്ലേ. ഓ ആയിക്കോട്ടെ, പൊക്കോ. ഞാൻ പോവാ. എങ്ങോട്ട്? പേടിക്കണ്ട, നാട് വിട്ടു പോവൊന്നല്ല. നാളെ കാണാം. ജിത്തുവിനെ കണ്ടോ മോളെ? ഇല്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞ് നോക്കിയപ്പോ ജിത്തുവേട്ടന്റെ ബൈക്കില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ എത്തിക്കാണുന്നു. ഇല്ലെന്നേ, എവിടാണോ? മിക്കവാറും അജിത്തിന്റെ കൂടെ കാണും. മോള് പോയി കുളിച്ചിട്ട് വാ, അമ്മായി ചായ എടുക്കാം. ആ. ഇവൻ എവിടെ പോയി കിടക്കാ? അവൻ വന്നോളും, നിങ്ങൾ പോയി കിടക്ക്. മോള് പോയി കിടന്നോ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. അപ്പൊ വന്നാലോ? ഞാൻ തുറന്നു കൊടുത്തോളാം, മോള് പോയി കിടക്ക്. ഈശ്വര, ജിത്തേട്ടന് ഒരു ആപത്തും വരുത്തല്ലേ, വേഗം തിരിച്ചു കയറണേ. ജിത്തേട്ടനത് എവിടെയാ? ഞാൻ എത്ര നേരം വിളിക്കുന്നു. വന്ന് വാതില് തുറക്കടി. എന്താ ജിത്തേട്ട ഇത്? കുടിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതം തൊലച്ചിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. സ്നേഹിച്ച പെണ്ണ് വരെ പോയി, അതും അവൾക്ക് എന്നെ ഇഷ്ടായിട്ട്. പക്ഷെ എന്റെ വിധി നിന്നെ കെട്ടാനല്ലേ. വീട്ടുകാരുടെ മുമ്പിലും മാനം പോയി, നാട്ടുകാരുടെ മുമ്പിലും മാനം പോയി, കോളേജിലും മാനം പോയി. നീ ഹാപ്പി അല്ലേ? അത് മതി, നീ സന്തോഷിക്കേ.
ഇപ്പൊ ആരും അങ്ങനെ കളിയാക്കുന്നില്ലല്ലോ. അതെന്താടാ അവിടെ ലാത്തി ചാർജോ? എന്താ ഇഷ്യൂ? വാ നോക്കാം. എന്താ ലച്ചു ഇത്? അത് രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള ഇഷ്യൂ ആണ്. ഇവിടെ പഠിക്കുന്ന കുറച്ച് പിള്ളേരും അതിലുണ്ട്. അയ്യോ ചിത്തേട്ടൻ കാണോ? എടാ വാ, വിടുന്നതാ നല്ലത്. അയ്യോ ഭവ്യ, നീ എന്താ നേരത്തെ? കോളേജിൽ ലാത്തി ചാർജാ, പാർട്ടിക്കാർ തമ്മിലുള്ള ഇഷ്യൂ. എന്നിട്ട് ശ്രീകുട്ടിയോടെ? അവള് വന്നില്ലേ? ഇല്ല. ജിത്തു ചേട്ടാ, ഞാൻ ശ്രീധുവിന്റെ ഫ്രണ്ടാ. അവളെവിടെ? അവളെ അജിത്തേട്ടൻ കൊണ്ടുപോയി. ഓ, പാവം, അവൾക്ക് അടി കിട്ടി. എന്നിട്ട്? അജിത്തേട്ടൻ വീട്ടിലോട്ട് കൊണ്ടുപോയി. വേദനയുണ്ടോ മോളെ? ഈ പാർട്ടിക്കാർക്ക് വേറെ വല്ലയിടത്തും വെച്ച് അടി ഉണ്ടാക്കിയാ പോരെ. പാവം എന്റെ കൊച്ച് ഒരു പെൺകുട്ടിയാണെന്ന് പോലും ഓർത്തില്ലല്ലോ. കോളേജ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക്. ഇനി എന്താക്കിട്ടെന്താ? നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഹാ, ഇവിടെ എത്തിയോ? നീ എന്താണ് ഇവളെ കൂട്ടാഞ്ഞേ? അതിനെന്താ, അജിത്ത് ഉണ്ടാക്കിയില്ലേ? അമ്മായി, ഇവളുടെ ഭർത്താവ് നീയാണോ അജിത്താണോ? അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയുടെ അർത്ഥമെങ്കിലും അറിയണോ നിനക്ക്? ഞാൻ പറഞ്ഞ എനിക്ക് ഇവിടെ കെട്ടണമെന്ന്. ആരെങ്കിലും എന്റെ സമ്മതെങ്കിലും ചോദിച്ചോ? എന്റെ വയസ്സെങ്കിലും പരിഗണിച്ചോ? എനിക്ക് ഇവളെ ഇഷ്ടമല്ല. എനിക്ക് ഇവളെ എന്റെ ഭാര്യയെ കാണാൻ കഴിയില്ല. ജിത്തു, ആരും നിന്നെ നിർബന്ധിക്കില്ലായിരുന്നു. ഇങ്ങനൊരവസ്ഥ നീ ആയിട്ടുണ്ടാക്കി വെച്ചതാ. ഞാനല്ല, ഇവളന്ന് വിളിച്ചു കൂവിയോണ്ടാ എനിക്ക് ഈ ഗതി വന്നേ. അപ്പൊ ഇവളുടെ ഗതിയോ? നീ കെട്ടി അന്ന് തൊട്ട് കരയുന്നല്ലേ എന്റെ കൊച്ച്? അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാനും എന്റെ കണ്ണീര് കാണാനും ആരുമില്ലല്ലോ, പെറ്റ തള്ള പോലും. നീ എന്താ രാവിലെ? ആ, നീ വന്നോ? ശ്രീകുട്ടി, അജിത്ത് വന്നു. വൈകിട്ട് തിരിച്ചു കൊണ്ടാക്കണേ. ആന്റി, നിനക്കല്ലേ അവളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ബുദ്ധിമുട്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശോഭയോട് സമാധാനം പറയേണ്ടത് ഞാനും അച്ഛനുമാണ്. നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ. നിനക്ക് എങ്ങനെയുണ്ടടി? ഇപ്പൊ കുഴപ്പമില്ലടി. അമ്മ ഇന്നലെ ഒരു എണ്ണ ഇട്ട് തടവി. നിന്റെ കെട്ടിയോൻ ഇന്നലെ നിന്നെ അന്വേഷിച്ചു വന്നായിരുന്നു. എപ്പോ? നീ അജിത്തേട്ടന്റെ കൂടെ പോയതിനു ശേഷം. നിന്നോട് ചോദിച്ചോ? ഇല്ല, ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടി വന്നതാണെന്ന് എന്താ ഉറപ്പ്? നമ്മുടെ ബ്ലോക്കിൽ പുള്ളി വേറെ ആരെ തെരഞ്ഞു വരാനാ? ആവോ, എന്തായാലും എനിക്ക് വേണ്ടി ആവില്ല. ഏയ്, അത് പറഞ്ഞപ്പോ തന്നെ പുള്ളി തിരിച്ചു പോയല്ലോ. എന്തോ. നീ നോട്ട് കംപ്ലീറ്റ് ആക്കിയോ? ആടി. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശവുമില്ല. നിന്റെ അമ്മ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. എന്നേക്കാൾ വലുതാണോ നിനക്ക് എന്റെ അമ്മ? ഒരിക്കലും അല്ല. പക്ഷെ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ? നീ ഇവിടെ ഓൺ ദ സ്പോട്ട് സേഫ് ആക്കിയില്ലേ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അത്ര ഇല്ലെങ്കിലും നിന്റെ ഭാര്യയല്ലേടാ അവള്. നീ അതിന് ഒരു വിലയും കൊടുക്കുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ഇനി ചുറ്റും നിന്ന് ആവർത്തിച്ച് പറഞ്ഞാലും എനിക്ക് അവളെ എന്റെ ഭാര്യയായി കാണാൻ പറ്റില്ല. യു ആർ ഗോണ റിഗ്രറ്റ് മാൻ. നമുക്ക് എന്താടി ചെയ്യാൻ പറ്റാ? അതാ അജിത്തേട്ടൻ. വൈകിട്ട് എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അടുത്ത ദിവസം ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഓ മതി. എന്നാ നീ ക്ലാസ് കഴിഞ്ഞ് സെമിനാർ ഹാളിന്റെ അങ്ങോട്ട് വാ. ഞാൻ കൊണ്ടാക്കിക്കോളാം ഏട്ടാ. ഓക്കെ, അപ്പൊ ശരി. നിനക്ക് ഈ ചേട്ടനെ കല്യാണം കഴിച്ചാ പോരായിരുന്നു? എന്തായാലും നിന്റെ കെട്ടിയനേക്കാൾ ഭേദാ. ഓടി. ഒരമണിക്കൂർ. ഓക്കെ. ശ്രീതു, ഇവിടെ വാ. ഇല്ല, ഞാനിവിടെ നിന്നോളാം. പോവാ.
നീ എന്താണ് നിന്റെ പെണ്ണുമ്പിളെ അവനെ എഴുതി കൊടുത്തോ? വിശ്വ ഒന്നും മിണ്ടണ്ട. വല്ലപ്പോഴും ഞങ്ങൾക്കും ചാൻസ് തരണേ. ഡാ ഇതാണോ ജിത്ത് കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വരേണ്ട സമയം? കോളേജിൽ പഠിക്കുമ്പോ കല്യാണം കഴിക്കാമെങ്കിൽ ഇതും ആവാം. അമ്മായി ഞാൻ ഇറങ്ങുവാ. അജിത്ത് വന്നോ? ഇപ്പൊ എത്തും. ആ മോള് പോയിട്ട് വാ. കഴിച്ചോ? ആ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൈപ്പിനുള്ളതൊന്നുമില്ല, എന്നാലും കണ്ടിരിക്കാം. എന്നാ മോള് പോയി കിടന്നു. നിക്ക്. എവിടെ പോയതാ? സിനിമയ്ക്ക്. നിന്റെ രണ്ടാം ഘട്ട അജിത്തുമായിട്ട് ഉറപ്പിച്ചോ? അല്ല, ഈ വീട്ടിൽ എപ്പോഴാ ആരുടെ കല്യാണം ഉറപ്പിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ജിത്തേട്ടൻ ഇത്രയ്ക്ക് അതപ്പതിക്കുന്നു ഞാൻ കരുതിയില്ല. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ ഭവ്യ ചേച്ചിയുടെ കാര്യത്തിൽ ചോദിച്ചിരുന്നെങ്കിലോ? ഛേ, ഇപ്പോഴാണോ പറയുന്നേ? എന്താടാ? അനീഷ് ഉണ്ടാവില്ലാന്ന്, അവളുടെ മേമയുടെ കൊച്ചിന്റെ ചോറൂണാണെന്ന്. വേറെ ആള് നോക്ക്, അല്ലാണ്ട് നാളെയല്ലേ പ്രോഗ്രാം. ശരിയാ, ഞാൻ ഒന്ന് തപ്പട്ടെ. ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇനി ആരെ കിട്ടാനാണോ? വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇന്നലെ റെസ്റ്റ് എടുത്ത പോലെ ഇന്ന് എടുക്കാൻ പറ്റില്ല. നാളെ സ്റ്റേജിൽ കയറേണ്ടതാ. ശരി, വാ. വാ. അജിത്തേട്ടൻ ഞാൻ തന്നെ വേണോ? നീ ഒന്ന് നിന്ന് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. വിശ്വ അവൻ ടോയ്ലറ്റിൽ പോയതാവും, നീ പ്രാക്ടീസ് ചെയ്യും. ഇത്ര പോരെ? ഒരു സ്റ്റിച്ച് കൂടെ വേണം. വേണ്ട, ടൈറ്റ് ആവും. ഇതെന്താ തയ്ക്കുന്നേ? ഇവൾക്ക് നാളെ കോളേജിൽ പരിപാടി ഉണ്ട്, അതിന്റെ ഡ്രസ്സാ. ആഹാ അജിത്ത ഇവളുടെ പേര്. ആഹാ, കപ്പിൾ ഡാൻസ് ആണോ? ഞങ്ങള് മാത്രല്ല, കൊറേ പേരുണ്ട്. ജിത്തേട്ടനും ഭവ്യ ചേച്ചിയാ പേര്. നീ എന്നിട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചോ? എനിക്കറിയാൻ പാടില്ല അമ്മായി, മിക്കവാറും ഞാൻ കാരണം നാളെ ഈ പരിപാടി കൊളാവും. ഏയ്, അങ്ങനൊന്നുമില്ല. മോള് ധൈര്യമായി കളിക്ക്. എങ്ങനെയുണ്ടടാ? പാടത്ത് കോലായിട്ട് നിൽക്കാൻ കറക്റ്റ് അല്ലടാ? ശ്രീത എവിടെ? അവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. ഹാ, ഇതാ വരുന്നു. ഇവൾക്കാരെ ഇത്ര ചെറിയ കോസ്റ്റ്യൂം കൊടുത്തേ? നിന്റെ അമ്മയുടെ സെലക്ഷനാ. അമ്മയുടെ തലയ്ക്ക് തോളാണോ? ഇതിനെന്താ കുഴപ്പം? അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. അവന്മാരൊക്കെ നോക്കുന്നുണ്ടോ? നീയോ നോക്കുന്നില്ല, അവരെങ്കിലും നോക്കട്ടെ. അജിത്തേട്ട ബോറാണോ? എവിടുന്ന്? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ പൊളിക്കല്ലേ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. നീ എന്നെ നോക്കി കളിച്ചാ മതി, നോ ഇഷ്യൂസ്. ആഹാ, ഇന്നെല്ലാരും ഒന്നിച്ചെത്തിയോ?
ഞാൻ പോട്ടെ ആന്റി. ആ മോനെ, നീ ഡാൻസ് തെറ്റിച്ചോ? ഇല്ല, മുഴുവൻ കളിക്കാൻ പറ്റിയില്ല. അതെന്താ? ഒന്നുമില്ല. അമ്മയാണോ ഡ്രസ് അവക്ക് കൊടുത്തേ? ആ, ഞാൻ പണ്ട് കോളേജിലോട്ട് ഇട്ടതാ. എന്താ? ഒന്നുമില്ല. ഹലോ. എടാ, എന്റെ ബർത്ത്ഡേ ഫംഗ്ഷനാ ഇന്ന് രാത്രി 7 മണിക്ക്. നീ വരുവോ? ഞാൻ വരാം. നീ അജിത്തിനെയും ഭവ്യനൊന്നും വിളിച്ചില്ലേ? അവര് നിന്റെ ഫ്രണ്ട്സ് അല്ലേ, എന്റെ അല്ലല്ലോ. ഓ, വാ, എന്റെ റൂം കാണിച്ചു തരാം. ഓക്കെ. ഹൗ ഇസ് ഇറ്റ്? കൊള്ളാം. നിന്റെ ഈ കല്യാണം നടന്നത് നിന്റെ ഇഷ്ടത്തോടെ അല്ലെന്ന് പപ്പ പറയുന്നത് കേട്ടു. സത്യാണോ? അത് നടന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഹോപ്പ് ഉണ്ടായിരുന്നല്ലേ. ഇനി പറഞ്ഞെന്താ? നിനക്ക് എന്നെ എപ്പോഴും ഇഷ്ടല്ലേ? അറ്റ്ലീസ്റ്റ് ഗിവ് മീ എ പ്രോപ്പർ ബർത്ത്ഡേ ഗിഫ്റ്റ്. നിനക്ക് മാത്രം തരാൻ കഴിയുന്നത്. കിസ് മീ. നോ. വൈ മാൻ? ആഗ്ലിൻ, ഐ ഹാവ് ടു ഗോ. നിനക്ക് ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. അമ്മായി, ഞാൻ പോയി കിടക്കട്ടെ? ആ മോളെ. നിങ്ങക്ക് ചോറിടട്ടെ? വേണ്ട, മതി. അമ്മായി, ഈ പൈപ്പ് വീണ്ടും നാശായി. ജിത്തു ഒന്ന് നോക്കടാ. ആ അജിത്തേട്ടാ, ആ നാളെ നോക്കാം. സോറി. അജിത്ത് വന്നില്ലേ മോളെ? ഇല്ല, വരണ്ട നേരായി. ഞാൻ വേണം. ആ വന്നു. അമ്മായി, ഞാൻ പോട്ടെ? ആ മോളെ. അപ്പൊ ശരി, ക്ലാസ് തുടങ്ങാനായി. ഞാൻ പോട്ടെ? എന്താണ് മുഖത്തൊരു വൈക്ലഭ്യം? എടി, പറ. അജിത്തിന് ശ്രീധുവിന് ഇഷ്ടാണോ? പോടാ, അവൻ അങ്ങനെയൊന്നുമില്ല. അവൾക്കോ? നിനക്ക് എന്താടാ? എനിക്കറിയില്ലടി. വിശ്വാമിത്രന്റെ മനസ്സിളകിയ ലക്ഷണം ഉണ്ടല്ലോ. എടി, അവൾ അജിത്തിനോട് കാണിക്കുന്ന അടുപ്പം എനിക്ക് പറ്റുന്നില്ലടി. എന്താ മോനെ, ജലസാണോ? ഏയ്, പിന്നെ നാട്ടുകാർ എന്ത് പറയുന്നുള്ള ചിന്തയാണോ? ആണെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. നിങ്ങളുടെ ഹണിമൂണിന് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി അവളെ എന്റെ കൂടെ കിടത്തിയ മരം കുത്തി മോറനാണ് നീ. എടി, എന്നെ നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ശരി, പറ, ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? ഞാൻ അവളെ കുഞ്ഞിലെ ഉമ്മ വെച്ചു എന്നത് സത്യ. ഞാനത് അപ്പൊ തന്നെ വിട്ടു. പക്ഷെ അവൾ ഇത്ര വർഷം ഓർത്തിരിക്കുന്നു ഞാൻ കരുതിയില്ല. ആദ്യമൊക്കെ അപ്പച്ചി വിളിക്കുമ്പോ ഞാൻ ശ്രീകുട്ടിയുടെ കാര്യം തിരക്കാറുണ്ടായിരുന്നു. പിന്നെ എന്തോ അത് നിർത്തി. ഞാൻ അവളെ ഓർത്തേയില്ല. അങ്ങനെ ഒരു പെങ്ങളുണ്ടെന്ന് മാത്രം ഓർത്തു. പക്ഷെ അവള് വർഷങ്ങൾക്ക് ശേഷം മെസ്സേജ് അയച്ചപ്പോഴും നേരിട്ട് കണ്ടപ്പോഴും ഒക്കെ വേറൊരു രീതിയിലാ പെരുമാറിയ. സത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലടി. അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അത് കഴിഞ്ഞ് നീ കാണിച്ച ഷോയോ? എടി, നിനക്കറിയായിരുന്നില്ലേ എനിക്ക് ആദിലിനെ ഇഷ്ടാന്ന്? അതിന്റെ ഇടയ്ക്കാ അവളുടെ മണ്ടത്തരം കാരണം ഈ കല്യാണം നടന്നേ. അവളുടെ മണ്ടത്തരം കാരണം സമ്മതിച്ചു. പക്ഷെ ഒരു വിധത്തിൽ നിന്നെ പോലെ അവളും നിരപരാധിയല്ലേ? അന്നത്തെ ദേഷ്യത്തിനും. എന്നിട്ട് ഇപ്പൊ നിന്റെ ദേഷ്യത്തിന് എന്ത് പറ്റി? എനിക്കറിയില്ലടി, എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി. എന്താ? അയ്യ, ഒന്നും അറിയാത്ത പോലെ. പഞ്ചപാവം. എടി, അതല്ല, ഒരു പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? ഞാൻ ഇന്നലെ അവളെ കിസ് ചെയ്തു. ഹേ, അപ്പൊ എന്താ പ്രശ്നം? അവൾക്ക് മനസ്സിലായി കാണില്ലേ നിനക്ക് അവളെ ഇഷ്ടാന്ന്? അവിടെയാ പ്രശ്നം. എന്ത്? അവള് വിചാരിച്ചാണ് ഞാൻ ഇന്നലെ അവളെ ഷോർട്ട് ഡ്രസ്സിൽ കണ്ട് മൂടായി കിസ് ചെയ്തതാന്ന്. അപ്പൊ ശരിക്കും നീ എന്തിനാ കിസ് ചെയ്തേ?
ആ അജിത്തിനെ കൊണ്ടൊരു സൗകര്യമില്ലടി. ഇന്നലെ പാതിരാത്രി കണ്ട് വിളിക്കുന്നു. ആ ദേഷ്യത്തില് അവളെ പിടിച്ച് കിസ്സടിക്കാനാ തോന്നിയത്. അതിനാണ് ജലസ് എന്ന് പറയുന്നത്. എന്ത് കുന്താണേലും. ഹായ് ഗൈസ്, ഹായ്. നമുക്കിന്ന് സിനിമയ്ക്ക് പോയാലോ? ഞാനില്ല, ഒരു മൂഡില്ല. എന്നാ ഞാനുമില്ല. എന്നാ ഞാൻ ശ്രീതു പോയിട്ട് വരാം. ശ്രീതുവോ? ആ, ഞങ്ങള് പോകുന്നുണ്ട്. ഏതിനാ പോണേ? ഹാരി പോട്ടർ. ആ, നീ ഹാരി പോട്ടർ ഫാൻ അല്ലേ? ഞാനോ? ആ, നിനക്ക് ഇഷ്ടാണെങ്കി പോവാ. ആ, എനിക്കിഷ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്നാ എല്ലാവർക്കും പോവാ. അപ്പൊ 7 മണിക്ക് ഞാൻ വീട്ടിലോട്ട് വരാം. 6:30. എന്തിന്? ശ്രീധുവിനെ പിക്ക് ചെയ്യേ. ഞാൻ അവളോട് പോയി പറഞ്ഞിട്ട് വരാം. ഡി, ഞാനിപ്പോ വരാം. അജിത്തെ, ആ നീ എന്താ ശ്രീധുവിനോട് പറയാൻ പോകുന്നേ? 7 മണിക്കാ ഷോ, 6:30 ഒരുങ്ങി നിക്കാൻ. എന്നിട്ട് ഞാൻ 6:30 കൂട്ടാൻ വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് സങ്കടാവോ? ഏയ്, നീ പറ. എന്റെ ഭാര്യനെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ എനിക്കറിയാം. എപ്പ തൊട്ട്? ഇന്ന് തൊട്ട്. നടക്കില്ല. എന്തുകൊണ്ട്? അന്ന് നീ ഇവിടെ ഇഷ്യൂ ഉണ്ടായപ്പോ ഭവ്യക്ക് പകരം അവളെയാണ് സേഫ് ആക്കാൻ നോക്കിയതെങ്കിൽ ഓക്കെ ആയിരുന്നു. നേരത്തെ നീ പറഞ്ഞ ഭർത്താവിന്റെ റെസ്പോൺസിബിലിറ്റി, അവളതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പോണില്ല. അവളെന്നല്ല ഒരു പെണ്ണും. അതുകൊണ്ട് ഒരു സഡൻ ഫൊർഗീവ്നെസ് നീ എക്സ്പെക്ട് ചെയ്യണ്ട. നീ ട്രൈ ചെയ്ത് നോക്ക്, ഞങ്ങള് കൂടെ നിക്കാം. അമ്മായി, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ട്. അജിത്ത് വന്നോ? ഇല്ല, വിളിച്ചു നോക്കട്ടെ. എന്താ മോളെ? അജിത്തേട്ടൻ ലേറ്റ് ആവുന്നു, എന്നോട് പൊക്കോളാൻ. അയ്യോ, ഈ സന്ധ്യക്ക് നീ എങ്ങനെ പോവാനാ? ഞാൻ പോണില്ല, അവര് പൊക്കോട്ടെ. നീ തന്നെ വന്ന് പിക്ക് ചെയ്യും. ഞാൻ അവളുടെ അടുത്ത് ഇരിക്കട്ടെ. ഓക്കെ. അജിത്തേട്ടാ, ഇവിടെ വാ. എടാ, സാരല്ല, പോട്ടെ. വന്നാ തോന്നുന്നേ. അപ്പൊ മറ്റന്നാള് അല്ല, അതിന്റെ പിറ്റന്നാള് കാണാം. ഓക്കെ, ബൈ. അടിയാ. ശ്രീകുട്ടി, നാളെ ഒരു കല്യാണം ഉണ്ട്. ആരുടെയാ? എന്റെ കുടുംബത്തിലെയാ. എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര മണിക്ക് ഇറങ്ങണ്ടേ? 8:30. 11 മണിക്കാ മുഹൂർത്തം. ഓ, ഞാൻ റെഡി ആയിക്കോളാം. പറ്റുവാണെങ്കിൽ സാരി എടുക്കട്ടോ. ആ, നിന്നോട് ഇനി പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ? വേണ്ട. നീ വണ്ടി എടുത്തോ? ആ, ശ്രീകുട്ടി വന്നു. सुर्ख वाला सोज वाला फैज वाला लव होता है जो പോവാ. മോള് ഫ്രണ്ടിൽ കയറിക്കോ. വാതില് കൂട്ടിക്കോ. सुर्ख वाला सोज वाला फैज वाला ഇന്ദു വാ. എല്ലാരും ഉണ്ടല്ലോ. ഇവരുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അത് സാരല്ല. എവിടെ കല്യാണ പെണ്ണ്? സ്റ്റേജിലുണ്ട്. ചെല്ല്, മുഹൂർത്തത്തിന് ടൈമായി. മോളെ, കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും താലി സിന്ദൂരൊക്കെ ഒഴിവാക്കിയോ? അത് എനിക്കതൊന്നും ഇഷ്ടല്ല. എന്റെ ദൈവമേ, എന്ത് വർത്താനാ ഈ പറയുന്നേ? ഇപ്പത്തെ പിള്ളേരുടെ ഒരു ശീലങ്ങളെ. നീ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുവാണോ ജിത്തു? ഇതൊന്നും ഇന്ദുവും പറഞ്ഞു തന്നില്ല. മുറപ്പെണ്ണായന്റെ ഹുങ്കായിരിക്കും അല്ലേ? ഈ തള്ള. കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശ്രീ, ശ്രീ.
അമ്മായി, നേച്ചർ ക്ലബിന്റെ 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്. ഞാൻ പൊക്കോട്ടെ? അതിനെന്താ, പൈസ വല്ലതും വേണോ? വേണ്ട, എന്റെ ഉണ്ട്. എന്നാ പോയിട്ട് വാ. എപ്പോഴാ പോണ്ടേ? നാളെ രാവിലെ 8:30 കോളേജിലെത്തണം. ആ, അച്ഛൻ കടയിൽ പോകുന്ന വഴി ആക്കിക്കോളും. ഹാ. അമ്മായി, പോയിട്ട് വരാം. എത്തിയിട്ട് വിളിക്ക്. മാമ, പോവാ. ആ വാ. അവൻ എണീറ്റ് കാണില്ല മോളെ. അയ്യോ, ഓടിക്കിടക്കണ്ട, അവള് പോയി. എന്താടാ മുഖത്തൊരു മ്ലാനത? ഏയ്, അവള് പോയതിന്റെയാണോ? മിസ് ചെയ്യുന്നുണ്ടോ? മിസ്സിങ്. അടുപ്പുള്ളവർ അകന്നിരുന്നാലല്ലേടോ മിസ്സിങ്. നിനക്ക് അവളോട് പറഞ്ഞൂടെ? എന്ത് പറയണം? ഒരു സുപ്രഭാതത്തില് എനിക്ക് അവളോട് പ്രേമം തോന്നിയെന്നോ? എന്റെ കാരണത്തടിക്കും അവള്. അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം? ഇതിങ്ങനെ അങ്ങ് പോട്ടേന്നോ? ആവോ, രണ്ടും കണക്കാ. ക്ലാസ് ബോറടിയാണേലും ഇത് കൊള്ളാലേ. നല്ല സ്ഥലം. നീ എന്താ സാഡായിട്ടിരിക്കുന്നേ? ഞാനോ? അല്ലല്ലോ. ഉവ്വ, കെട്ടിയോനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആണോ? നാളെ എപ്പോഴാ എത്താ? ഓ, വൈകിട്ടാവൂലേ? 6 മണിയാവോ? ഞാൻ അച്ഛനോട് വരാൻ പറയാം. सुर्ख वाला सोज वाला फैज वाला लव होता है जो लव से ज्यादा वैसे वाला लव. മോളിങ് എത്തിയോ? നേരത്തെ ആണല്ലോ. ആ, നേരത്തെ എത്തി. അതുകൊണ്ട് മാമനെ വിളിച്ച് വരണ്ട പറഞ്ഞു. കടയിലെ തിരക്കുള്ള ടൈമല്ലേ. ഹാ, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പ്? അടിപൊളിയായിരുന്നു. മോള് പോയി കുളിച്ചിട്ടോ? ആ, അജിത്തേട്ടാ, താങ്ക്സ്. ഹാ. വാടാ, ചായ കുടിച്ചിട്ട് പോവാ. ഇല്ല ആന്റി, പോട്ടെ. നീ എങ്ങോട്ടേലും പോവാണോ? അല്ല, പോയി വന്നതാ. എപ്പോ? അതൊക്കെ പോയി. ആ, നീ ഇരിക്ക്, ചായ കുടിച്ചിട്ട് പോയാ മതി. ഈ ആന്റി. പൈപ്പ് ഞാൻ ശരിയാക്കാം. വേണ്ട, ഞാൻ താഴോട്ട് മാറിക്കോളാം. सुर्ख वाला सोज वाला फैज वाला लव होता है जो लव से ज्यादा वैसे वाला लव. सोज वाला फैज वाला लव होता है जो लव से ज्यादा वैसे वाला लव. इश्क वाला लव हुआ जो दर्द भी तो हमको आज कुछ ज्यादा हुआ. इश्क वाला लव ये क्या हुआ है क्या खबर यही पता है ज्यादा. ഞാൻ അവരോട് പോവാന്ന് പറഞ്ഞിട്ട് വരാം. ഹാ. എന്താ? ഒന്നുമില്ല, പോവാന്ന് പറയാൻ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അവള് ഡ്രസ്സ് മാറിയിരിക്കും. എന്നിട്ടൊന്നുമില്ല, പുള്ളി വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. മണ്ടൻ. എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ബൈ ദ ബൈ, നിന്റെ മാവ് പൂത്തു തുടങ്ങിയല്ലേ? ചെറുതായി പൂവിട്ട് തുടങ്ങിയ പോലൊരു ഫീല്. പക്ഷെ കായ്ക്കാനാണോ കൊഴിഞ്ഞു പോവാനാണോ എന്നറിയില്ല. ആറാൻ പറ്റുന്ന വർത്താനം പറയലേ, എല്ലാം ശരിയാവും. പോവാ. ഹാ.
ഒന്ന് ഇറങ്ങാം. നിങ്ങളെവിടെ പോവാ? ചിത്രയുടെ വീട്ടിൽ 6 മണിക്കാ ഫംഗ്ഷൻ. നീ വരുന്നോ? ഇല്ല, ശ്രീകുട്ടി വരുന്നില്ലേ? അവൾക്ക് എഴുതാനുണ്ടെന്ന് പറഞ്ഞു. ഹാ, ഇവിടത്തെ എവിടെ പോയി? ഇനി ബാത്റൂമിലാണോ? നീ എവിടെയായിരുന്നു? എന്റെ ഫ്രണ്ട് ലക്ഷ്മിയുടെ വീട്ടില്. എന്തിന്? അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആരുടെ കൂടെ പോയി? അജിത്തേട്ടന്റെ കൂടെ. ആരുടെ കൂടെ തിരിച്ചു വന്നു? അജിത്തേട്ടന്റെ കൂടെ. അപ്പൊ ഞാൻ നിന്റെ ആരാ? നിന്നെ കൊണ്ടുപോവാൻ അജിത്തേട്ടൻ, കൊണ്ടുവരാൻ അജിത്തേട്ടൻ, സിനിമയ്ക്ക് പോവാൻ അജിത്തേട്ടൻ, എല്ലാത്തിനും അജിത്തേട്ടൻ. അപ്പൊ ഞാൻ നിന്റെ ആരാ? ആ ചോദ്യം ഞാനല്ലേ ചോദിക്കേണ്ടത്? കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോയപ്പോ എന്നെ അജിത്തേട്ടന്റെ ബൈക്ക് കയറ്റിയിട്ട് നിങ്ങൾ ഭവ്യ ചേച്ചിയുടെ കൂടെ അല്ലേ പോയെ? അപ്പൊ ഞാൻ നിങ്ങളുടെ ആരാ? കോളേജിൽ അടി നടന്നപ്പോ നിങ്ങൾ ഭവ്യ ചേച്ചിനല്ലേ സേഫ് ആക്കിയേ? അപ്പൊ ഞാൻ നിങ്ങളുടെ ആരാ? എന്നോട് വേറെ റൂമിൽ കിടക്കാൻ പറഞ്ഞു. ഓക്കെ, എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നോട് സിന്ദൂരം തുടരുതെന്ന് പറഞ്ഞില്ലേ? താലി അഴിച്ചു വെക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ നിങ്ങളുടെ ആരാ? പറ. ശ്രീ, നിങ്ങൾക്ക് എന്നോടുള്ള വെറുപ്പ് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇത് അർഹിക്കുന്നുണ്ട്. കാരണം ജിത്തേട്ടൻ എന്നെ ഇഷ്ടമല്ല പറഞ്ഞിട്ടും പുറകെ നടക്കരുതെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇല്ലാത്ത സ്നേഹം പിടിച്ചു പറ്റാനാ നോക്കിയേ. എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിച്ചേ. എന്റെ പക്വതയില്ലായ്മയാ, സമ്മതിച്ചു. പക്ഷെ കല്യാണം ഉറപ്പിച്ചത് മുതല് ഞാൻ അനുഭവിച്ചതൊക്കെ അതിന് മാത്രം ശ്രീ, ഞാൻ കാരണല്ലേ ജിത്തേട്ടൻ ആദിലിനെ. ഞാൻ ഇന്നാ അറിഞ്ഞെ ആദിലിന്റെ ബർത്ത്ഡേക്ക് ജിത്തേട്ടൻ പോയിരുന്നു. ഇന്ന് ലച്ചുവിന്റെ ബർത്ത്ഡേക്ക് വന്ന അവളുടെ ഒരു കസിൻ ചേച്ചി ആദിലിന്റെ ഫ്രണ്ടാ. ആ ചേച്ചി പറഞ്ഞു അന്ന് ജിത്തേട്ടനും ആദിലിനും അവളുടെ മുറിയില്. ശ്രീ, അത് എനിക്ക് മനസ്സിലാവും ജിത്തേട്ടാ. ശ്രീ, നീ വിചാരിക്കുന്ന പോലല്ല. വേണ്ട, കൂടുതൽ പറഞ്ഞ് ബോറാക്കണ്ട. റൂമിൽ പോയെന്നുള്ളത് സത്യം. പക്ഷെ നിങ്ങൾക്ക് രണ്ടാക്കും പരസ്പരം ഇഷ്ടാണെങ്കിൽ ഞാനെന്തിനാ? ശ്രീ, അങ്ങനെയൊന്നും ഇല്ല. ജിത്തേട്ടാ, നമുക്ക് സെപ്പറേറ്റ് ആവാ. നീ നാളെ നേരിട്ട് തന്നെ അതിലോട് ചോദിച്ചു നോക്ക്. ആ റൂമിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടല്ലേ? അത് അപ്പൊ ആണ്. നോ ആയിരുന്നു. ജിത്തേട്ടാ, ഞാൻ അജിത്തേട്ടന്റെ ബൈക്കിൽ പോകുന്നത് പോലും ജിത്തേട്ടന്റെ ഉള്ളിൽ കനല് പാകുന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ അത് കേട്ടപ്പോ ഫീൽ ചെയ്തെന്നറിയോ? ശ്രീ, എന്നെ ഒന്ന് വിശ്വസിക്ക്. അവള് കിസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി പോരാ ചെയ്തെന്ന്. സത്യം. അയ്യോ ശ്രീ, നേരത്തെ ജസ്റ്റ് മുറി പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു. ഇപ്പൊ അവള് കിസ് ചെയ്യാൻ പറഞ്ഞു പറയുന്നു. അടുത്തത് എന്താ ജിത്തേട്ടൻ പറയാൻ പോണേ? അടുത്തതൊന്നുമില്ല ശ്രീതു. എനിക്ക് അവളെ ഇഷ്ടമുണ്ടായിരുന്നിട്ടും അവക്ക് എന്നെ ഇഷ്ടമുണ്ടായിട്ടും എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഒന്നും. പക്ഷെ നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടും നിന്നെ കിസ് ചെയ്തു. അത് നിന്നെ ഷോർട്ട് ഡ്രസ്സിൽ കണ്ട് മൂടായിട്ടോ നിന്നെ അജിത്തിനെയും കണ്ട് ജലസായിട്ടോ ഒന്നല്ല. ഇത് രണ്ടും അല്ലാത്ത എന്ത് രസമാണ് ജിത്തേട്ടനുള്ള? Because I love you, damn it. Because you are mine. Only mine. നീ എന്റെ ഭാര്യ, എന്റെ. നല്ല വീടല്ലേ? ശ്രീതു വന്നോടാ? ആ, വന്നു. ശ്രീതു വന്നു. അവളിന്ന് രാവിലെ എന്നെ വിളിച്ച് വരണ്ടാ പറഞ്ഞു. അപ്പൊ അവൾ എങ്ങനെ വരും? ഞാൻ വിചാരിച്ചു നിന്റെ കൂടെ ആയിരിക്കുന്നു. ഏയ്, ഞാൻ നിന്റെ കൂടെ ആയിരിക്കുന്ന കരുതി നേരത്തെ പോന്നു. ഒന്ന് വിളിച്ചു നോക്ക്. നീ ക്ലാസ്സിൽ പൊക്കോ, ഞാൻ വന്നോളാം. ഓക്കേടാ. ഇവളെന്താ എടുക്കാതെ? അമ്മേനെ വിളിക്കാം. എന്താടാ? ശ്രീതു വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല, അവളൊന്ന് ലീവാ. അതെന്താ? തലവേദന അത്രേ. ഓക്കെ, ഞാനിപ്പോ വരാം. എന്തിന്? ഇവിടെ ഞാനുണ്ട്. നീ നിന്റെ പണി നോക്കി ചക്ക. ഐഷ്.
ഹോസ്പിറ്റലിൽ പോയോ? ഇല്ല, പിന്നെ അമ്മായി എന്തോ കുത്തിക്കലക്കി തന്നു. എന്നിട്ട് കുറവുണ്ടോ? വേറെ എന്തെങ്കിലും വേണം? ഞാൻ അമ്മായിനോട് പറഞ്ഞോളാം. മോളെ, ഇതാ കാപ്പി. കുറവുണ്ടോ? അമ്മായി, ഈ കാപ്പി കുടിക്ക്. അതെന്താ? ഡ്രസ് വീണതായിരിക്കും. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാരാ അകത്തുനിന്ന് മുറുക്കി പിടിച്ചിരിക്കുക? ആര്? കള്ളൻ. കള്ളനോ? ആ, അച്ഛൻ ഇവിടുള്ളത് നന്നായി. അതെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്നതാടി? ശ്രീധുന്റെ മുറിയിൽ കള്ളൻ. ആ ഒലക്കെടുത്തോ? എവിടെ എവിടെ? ഇതാ ഈ അലമാരന്റെ ഉള്ളില് അകത്തുനിന്ന് മുറുക്കി പിടിച്ചിരിക്കുക കള്ളൻ. പുറത്ത് വരുമ്പോ തല്ലി പൊളിക്കണം. ചിന്നാരം പറയാണ്ട് അടി മനുഷ്യ. ഹായ് അമ്മ. സ്വന്തം ഭാര്യയുടെ റൂമിൽ ഒളിച്ചിരിക്കാൻ നാളല്ലടാ നിനക്ക്. എന്റെ പൊന്നുമോനൊന്ന് പുറത്തോട്ട് വാ. ഇപ്പൊ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? ചിലതിന്റെയൊക്കെ ഭംഗി കൈവിട്ട് പോകുന്നു തോന്നുമ്പോഴേ മനസ്സിലാവും. നിന്റെ സമ്മതമില്ലാതെ നടത്തിയ കല്യാണമായിട്ടും എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. കാരണം നിന്റെ കണ്ടെത്തലിനേക്കാൾ നല്ലത് എന്റെ അടിച്ചേൽപ്പിക്കലാണെന്ന് എനിക്ക് അറിയായിരുന്നു. നിനക്ക് ആദ്ലിന് ഇഷ്ടമല്ലായിരുന്നു? അച്ഛനോട് ആര് പറഞ്ഞു? അത് അവളുടെ കാര്യം പറയുമ്പോ ഒക്കെ നിന്റെ മോതയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സെക്കൻഡ് ഇയറിൽ അവൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഒരു 10 ദിവസം കൂടെ വരാതിരുന്നത് ഓർമ്മയുണ്ടോ? ആ, ഗോവ ട്രിപ്പ് പോയതല്ലേ അവരുടെ ഫാമിലി. എന്നാ ഫാമിലി അല്ല, അവളും അവളുടെ കാമുകനും കൂടെ പോയത്. ആ, അത് ജെയിംസ് സാറിന് അവരുടെ കെട്ടു ഉറപ്പിച്ചു അടുത്ത വർഷം. അതുകൊണ്ടാ നിനക്കൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ കല്യാണം നടത്തിയത്. ശ്രീകുട്ടിയെ കൈവിട്ട് കളയാനുള്ളതല്ല, മുറുകെ പിടിക്കാനുള്ളതാ. അതുകൊണ്ട് ഒരു ഉമ്മയുടെ പേരിൽ തുടങ്ങിയ ശീതകാല സമരം പുതിയൊരു ഉമ്മ കൊടുത്ത് അവസാനിപ്പിക്കാൻ നോക്ക്. ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിട്ട് വരാം. ഓക്കെ. പിന്നെ കോംപ്രമൈസിന് പോകുമ്പോ രണ്ടിനും നാളെ തൊട്ട് കോളേജിൽ പോകേണ്ടതെന്ന് ഓർമ്മ വേണം. അച്ഛാ. അപ്പൊ ശരി, അവളുടെ 2 കിട്ടിയ ചൂടോടെ മേടിച്ചോ. നിനക്ക് 2 തല്ലിന്റെ കുറവുണ്ട്. ആയിക്കോട്ടെ. सुर्ख वाला सोज वाला फैज वाला ശ്രീ, ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? എന്ത്? എല്ലാം. അപ്പെന്താ? ശ്രീ, ജിത്തേട്ടനൊന്ന് പോയെ, എനിക്കൊന്ന് ഉറങ്ങണം. നിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങാൻ വിടുന്നില്ലെങ്കിലോ? ജിത്തോട്ടാ, फैज वाला होता है जो लव से ज्यादा वैसे वाला लव इश्क वाला लव हुआ जो दर्द भी तो हमको സോറി ഫോർ എവറിथिंग. इश्क वाला लव ये क्या हुआ है क्या खबर यही पता है ज्यादा हुआ इश्क वाला लव अगर ये उसको भी हुआ है फिर भी मुझको ज्यादा हुआ इश्क वाला लव से पहली बार टूटी है आंखें मल के मैंने देखी है सुबह हुई धूप ज्यादा लेके तेरी रोशनी दिन चढ़ा
इश्क वाला ला जाके बादलों के जाली के पीछे से कर चांदनी ये मुझको इतला, लेकिन नूर सारा चांद मेरा यही पे है छुपा छुपा हुआ. നീ പോവാനിറങ്ങിയോ? ഹാ അപ്പൊ ശ്രീകുട്ടി എനിക്കറിയില്ല. അടി മേടിക്കുന്നു. അമ്മായി പോട്ടെ, പോയിട്ടോ. വൈകിട്ടാണ്. ബൈ. അളിയാ മിസസ് വിശ്വജിത്ത് പോയോ? പോയി. എന്നാലും നിന്നെ സമ്മതിക്കണം. എന്തിനും? എല്ലാം ഉള്ളിലൊതുക്കി നീ അവരെ ഒന്നിപ്പിച്ചില്ലേ? എന്തുള്ളിലൊതുക്കി? നീ ഇനി ഒളിച്ചു വെക്കണ്ട. എന്ത്? ഞാൻ കണ്ടതാ നിന്റെ ബുക്കില്. എന്ത് കണ്ടു? നിനക്ക് അവൻ ഇഷ്ടാന്ന്. അവനെയോ? ആ, ഭവ്യ ലവ്സ് ജിത്തു. അത് വിശ്വാണെന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നേ? ആ, അപ്പൊ അല്ലേ? അല്ല. പിന്നെ വേറെ ഏത് ജിത്തു? ഈ ജിത്തു. ഹേ, എടാ പൊട്ടാ, ഞാൻ നിന്നെയാണ് ഉദ്ദേശിച്ചത്. അതിന് ഞാൻ അജിത്തല്ലേ? ഓ, ഞാൻ നിന്നെ എന്റെ മനസ്സിൽ ചെല്ലത്തോടെ വിളിക്കുന്നത് ജിത്തുന്നാ. അപ്പൊ നിനക്കെന്നെ ഇഷ്ടാണോ? ഓ, ഇങ്ങനൊരു പൊട്ടൻ. ശ്രീതു, നിന്നോട് റീന മേഡം സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ആ, ഓക്കെ. ആരെങ്കിലും കാണും, വിട്ട്. വാ പോവാ. എങ്ങോട്ട്? ഹണിമൂണിന്. ഇപ്പഴോ? യെസ്. ജിത്തേട്ടാ, ജിത്തേട്ടാ മെല്ലെ ഓട്, ശ്രീകുട്ടി വീഴും. ഞാൻ നിന്റെ കൈ പിടിച്ചോളാം ശ്രീകുട്ടി. എപ്പോഴും പിടിക്കോ? ആ, മുറുക്കി പിടിക്കാലോ. താമരപ്പൂവിന്റെ ഇതളാണ് ഇവളിൻ കളിത്തോഴി.